ഇന്നത്തെ രാത്രിയിലെ ദൈവവചനധ്യാനത്തിനായിട്ട് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എപ്പിസൽ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 10 and 11. അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ, ഞങ്ങളുടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വചനം ഇന്നത്തെ രാത്രികാലം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ശ്രേഷ്ഠമേറിയ ഒരു പ്രവൃത്തിയെ ചെയ്യുവാൻ തക്കവണ്ണം, രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരുഹിത പ്രകാരം നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. പച്ച ശ്രേഷ്ഠമേറിയ പ്രവൃത്തി അങ്ങയുടെ കരത്തിൽ നിന്ന് കണ്ട് അനുഭവിച്ച് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പച്ച അവിടുന്ന് എപ്പോൾ സംസാരിക്കുന്നുവോ അപ്പോഴൊക്കെയും വലിയ പ്രവൃത്തികൾ കർത്താവേ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടെ മധ്യത്തിൽ നടന്നിട്ടുണ്ട്. ദൈവവചനത്തിനതിൻ്റെ തെളിവുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. കർത്താവേ, വിശ്വാസത്തോടെ തിരുസന്നിധിയിൽ ഇന്നത്തെ രാത്രികളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അദമ്യമായ ആഗ്രഹത്തെക്കുറിച്ചാണ് ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് അപ്പോസ്തലനായ പൗലോസ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൂ ഈസ് പോൾ? പോളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പൗലോസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനത്തിൽ ദൈവജനം മാതൃകയാക്കുവാൻ തക്കവണ്ണം ദൈവമാക്കി വച്ചിരിക്കുന്ന, ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പൗലോസ്. എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോസ്തലന്മാരെ വിളിച്ചപ്പോൾ, ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കണം, ഫോളോ മീ. എന്നാൽ കർത്താവ് പറഞ്ഞ അതേ വാക്ക് അതേ അർത്ഥത്തിൽ പിന്നീട് ഒരിക്കൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസ് മാത്രമാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഫോളോ മീ ആസ് ഐ ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ഇമിറ്റേറ്റ് മീ ആസ് ഐ ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ബി മൈ ഇമിറ്റേറ്റേഴ്സ്. എന്നെ അനുഗമിക്കുന്നവരായിട്ട് തീരണം. കാരണം അത്രമാത്രം ശ്രേഷ്ഠമേറിയ ഒരു മാതൃകയാണ് പൗലോസിൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ശ്രേഷ്ഠമേറിയ അനേക കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ ഹാഫ് ഓഫ് ദോസ് എപ്പിസോഡ്സ് വെർ റിട്ടൺ ബൈ പോൾ. പൗലോസാണ് പകുതിയിൽ കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് ദൈവസഭയ്ക്ക്. അദ്ദേഹം സ്ഥാപിച്ച സഭകളെക്കുറിച്ച് നമുക്കറിയാം. അതുമാത്രമല്ല, തൻ്റെ ജീവിതം പൂർണ്ണമായി കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദേശങ്ങൾ തോറും യാത്ര ചെയ്ത് ഒരു ദൈവപദത്തിൽ അനുഭവിക്കേണ്ട കഷ്ടങ്ങളെക്കാൾ എത്രയോ മടങ്ങ് കഷ്ടങ്ങൾ അനുഭവിച്ച് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി താൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അതുമാത്രമോ, തൻ്റെ ലോകപരമായ എല്ലാ ക്രെഡൻഷ്യൽസും ഉപേക്ഷിച്ച് എല്ലാത്തെയും ചപ്പെന്നും ചവറെന്നും എണ്ണി കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ഇറങ്ങിയ ഒരു ദൈവത്തിൻ്റെ ദാസനാണ് പൗലോസ്. ആ പൗലോസ് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇവിടെ എഴുതിയിരിക്കുക ദൈവസഭയ്ക്ക്. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം എന്താണ്? വാട്ട് ഈസ് ദ ഡീപ്പസ്റ്റ് ഡിസയർ ഓഫ് മൈ ഹാർട്ട്? വാട്ട് ഈസ് ദ വൺ തിങ് ഐ ആം പെർസ്യൂയിങ് ആഫ്റ്റർ? ഞാൻ അനുഗമിക്കുന്ന, ഞാൻ പ്രയത്നിക്കുന്ന, ഞാൻ പരിശ്രമിക്കുന്ന, എനിക്ക് കിട്ടണമെന്ന് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത് നമ്മൾ കേൾക്കുമ്പോൾ, ഇത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നാം നമ്മെ ശോധന ചെയ്ത് നോക്കേണ്ടത്, ഇതാണോ എൻ്റെ ആഗ്രഹം? ഇത്ര വലിയ ദൈവദാസൻ്റെ, കർത്താവ് ഇത്രമാത്രം ഉപയോഗിച്ച ശക്തനായ ദൈവത്തിൻ്റെ ദാസൻ്റെ ആഗ്രഹം ഇതാണെങ്കിൽ, ഹല്ലേലൂയ, അതേ വഴിയിലേക്ക് വിളിക്കപ്പെട്ട എൻ്റെ ആഗ്രഹം എന്താണ്? അപ്പോസ്തലൻ ആഗ്രഹിച്ചത് കുറേ കാലം കൂടി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നല്ല.
കുറേ രാജ്യങ്ങളിൽ കൂടി താൻ കടന്നുപോയി സുവിശേഷം അറിയിക്കണമെന്നുള്ളതല്ല. അതൊക്കെ നല്ലതായിരിക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തി കുറച്ചു കാലം കൂടി ഭൂമിയിൽ തങ്ങി നിൽക്കണമെന്നുള്ളതല്ല. പിന്നെയോ താൻ ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർന്ന് എണ്ണുന്നു. ദാറ്റ് ഐ മേ നോ ഹിം ആൻഡ് ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ ആൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിംഗ്സ് ബീയിങ് മെയ്ഡ് കൺഫോമബിൾ അൺടു ഹിസ് ഡെത്ത്. അവിടെ എഴുതിയിരിക്കുന്ന ഐ മേ നോ ഹിം, മൈ ഒബ്ജക്റ്റ്, അതിൻ്റെ റൂട്ട് ഗ്രീക്ക് മീനിങ്ങിൽ എഴുതിയിരിക്കുന്നത് മൈ ഒബ്ജക്റ്റ് ഈസ് ടു നോ ഹിം, to know him personally. Hallelujah. I tell you, my brother, my sister, Paul knows this one thing: if I know him the way I ought to know him, I cannot be stopped by any power in this world. ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും എന്നെ കർത്താവിൻ്റെ വേലയിൽ നിന്ന് മാറ്റുവാൻ കഴിയുകയില്ല, ഞാൻ അറിയേണ്ടവണ്ണം അവനെ അറിഞ്ഞാൽ. ഈ ലോകത്തിലുള്ളതൊന്നും തന്നെ ഈ വഴിയിൽ നിന്ന് എന്നെ സ്ലോ ഡൗൺ ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയില്ല, ഞാൻ അവനെ അറിയേണ്ടവണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ. ആ ലക്ഷ്യം എനിക്ക് വ്യക്തമായി വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ളതൊന്നും, എൻ്റെ കുറവുകളായിക്കൊള്ളട്ടെ, എൻ്റെ ബലഹീനതകളായിക്കൊള്ളട്ടെ, എൻ്റെ ചുറ്റുപാടുമുള്ള സമ്മർദ്ദങ്ങളായിക്കൊള്ളട്ടെ, എൻ്റെ സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, എനിക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ ആരവമായിക്കൊള്ളട്ടെ, അവരുടെ ഭീഷണിയായിക്കൊള്ളട്ടെ, nothing ever can stop me in pursuing Christ and carrying the cross of Christ if I know him the way I must know him. Praise God. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും സ്ലോ ഡൗൺ ആകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും പലതിനും എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മളെ ഫോഴ്സ് ചെയ്യണം, നമ്മളെ എൻകറേജ് ചെയ്യണം, ഇതിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? We haven't known the Lord the way he wanted us to know. നമ്മൾ എങ്ങനെ കർത്താവിനെ അറിയണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അതുപോലെ അറിയുവാൻ തക്കവണ്ണം നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. When we know the Lord, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് knowing Jesus Christ is eternal life. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നത് ആണ് നിത്യജീവൻ. ആ നിത്യജീവൻ എന്നിൽ ഉണ്ടെങ്കിൽ ഞാൻ കർത്താവിനെ അറിയും. കർത്താവിൻ്റെ ആത്മാവ് എന്നിൽ ഉണ്ടെങ്കിൽ ഞാൻ അവനെ അറിയും. പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവിൻ്റെ ആത്മാവിനെ നയിക്കുന്നത് അവങ്കിലേക്കാണ്. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പുള്ളിങ് പവർ, പുള്ളിങ് മീ ടുവേർഡ്സ് ഗോഡ്, ടുവേർഡ്സ് ജീസസ് ക്രൈസ്റ്റ്, നോട്ട് ടുവേർഡ്സ് ദ വേൾഡ്. ഐ ടെൽ യു, മൈ ബ്രദർ, മൈ സിസ്റ്റർ, എന്നിൽ പരിശുദ്ധാത്മാവ് വന്നാൽ എന്നെ പിടിച്ചടുപ്പിക്കുന്നത് ക്രിസ്തുവിങ്കലേക്കാണ്, ലോകത്തിലേക്കല്ല. ഒരിക്കലും പറയരുത് ഞാൻ ദൈവ പൈതലാണെന്ന് പറഞ്ഞ് ലോകത്തെ ലക്ഷ്യമാക്കിയാണ് എൻ്റെ യാത്രയെങ്കിൽ, ജഡത്തിന് കീഴ്പ്പെട്ടാണ് എൻ്റെ യാത്രയെങ്കിൽ, ഐ ടെൽ യു my brothers and my sisters, something wrong in that formula. It won't work. കർത്താവ് നമ്മളെ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറച്ചിരിക്കുന്നത്, കർത്താവിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് അവൻ്റെ രൂപത്തോടെ, അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരായി തീരുവാൻ തക്കമാണ്, ടു ബിക്കം മോർ ലൈക്ക് ഹിം. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഐ മേ നോ ഹിം, I know the power of his resurrection. ഈ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്കൊന്നറിയണം. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ദി പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതെനിക്കൊന്നറിയണം. എന്തിനെന്നറിയാമോ? ഹല്ലേലൂയ. ഓരോ ദിവസം കഴിയുമ്പോഴും എൻ്റെ ചലഞ്ചസ് വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് എൻ്റെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകൾ പ്രായത്തിലായാലും ആരോഗ്യത്തിലായാലും സാഹചര്യങ്ങളിലായാലും അത് കുറഞ്ഞു വരികയാണ്. ഈ ലോകം എനിക്കെതിരെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ്. അതിൻ്റെ മധ്യത്തിൽ അതിന് ജയിക്കുവാൻ കഴിയണമെങ്കിൽ ഓരോ വർഷം കഴിയും തോറും, ഓരോ സമയം കഴിയും തോറും എൻ്റെ ശരീരത്തിൻ്റെ കോശങ്ങൾ, എൻ്റെ സെല്ലുകൾ ഡീക്കേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഐ ആം സബ്ജക്ട് ടു ദ സ്പിരിറ്റ് of death all the time because I am living in this world. എന്നാൽ ഇതിനെ അതിജീവിക്കുവാൻ എനിക്ക് കഴിയണമെങ്കിൽ, ഇതിനെ ഓവർകം ചെയ്യുവാൻ കഴിയണമെങ്കിൽ, ഇറ്റേണൽ ആയിട്ടുള്ള ഹല്ലേലൂയ the power of resurrection must live in me. എന്നിൽ ആ പുനരുത്ഥാന ശക്തി വ്യാപരിച്ചേ മതിയാകൂ. എന്നിൽ ആ പുനരുത്ഥാന ശക്തി വർദ്ധിച്ചേ മതിയാകൂ. അപ്പോസ്തലൻ അതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് ആ പുനരുത്ഥാന ശക്തി അറിയണം.
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ നമ്മുടെ മുൻപിൽ മാതൃകയോടെ ജീവിക്കുന്നത് കാണുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് മുമ്പേ ജീവിച്ചു പോയ അനേക ഭക്തരെ കുറിച്ച് നാം വായിച്ചറിഞ്ഞിട്ടുണ്ട്, അവരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾ, ശ്രേഷ്ഠ ദൈവദാസന്മാരെ ശക്തമായി ദൈവം ഉപയോഗിച്ച വഴികൾ കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ആഗ്രഹമുണ്ടോ അവരെ പോലെ ആകണമെന്ന്? കർത്താവിന് പ്രയോജനമുള്ള ഒരു പാത്രമായി ഞാൻ ഉപകരിക്കപ്പെടണമെന്ന് നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ സഹോദരങ്ങളെ? ഇത്രയും കാലത്തിലുള്ള നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ, നേടുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് എന്തെങ്കിലും കഴിഞ്ഞോ? ഇല്ല എങ്കിൽ we need to know the reason. ഇല്ല എങ്കിൽ നമ്മൾ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചേ മതിയാകൂ. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പവർ ഓഫ് റിസറക്ഷനിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഈ പവർ ഓഫ് റിസറക്ഷൻ കൂടുതൽ അറിയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അപ്പോസ്തലൻ പറയുകയാണ് അവിടെ. ഹല്ലേലൂയ! നമുക്കറിയാൻ പറ്റും, ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അല്ലെങ്കിൽ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി, മരിച്ച അവസ്ഥയിൽ നമ്മൾ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. ലാസറിന്റെ ടോമ്പിൽ, ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് കർത്താവ് ലാസറിനോട് വിളിക്കുകയാണ്, ലാസറേ പുറത്തു വരിക എന്ന്. നമുക്കറിയാം, പുനരുത്ഥാന ശക്തി അവന്റെ മേൽ വ്യാപരിച്ചിട്ട് ആ നിർജീവ ശരീരത്തിന്റെ മേൽ ജീവൻ വെച്ച് അവൻ പുറത്തേക്ക് വന്നപ്പോൾ നത്തിങ് എവർ കുഡ് സ്റ്റോപ്പ് ഹിം. ഡെത്ത് കുഡ് നോട്ട് സ്റ്റോപ്പ് ഹിം. ഡെത്ത് കുഡ് നോട്ട് ഹോൾഡ് ഹിം ബാക്ക്. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഹല്ലേലൂയ! എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ ശരീരത്തിന്റെ മേലും ആ ഉന്നതമായ വ്യാപാര ശക്തി വ്യാപരിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു എന്നാണ് വചനം പറയുന്നത്. റോമൻ ഗവൺമെന്റ്, റോമൻ എംപയർ കുഡ് നെവർ സ്റ്റോപ്പ് ഹിം ഫ്രം ബീയിങ് റിസറക്റ്റഡ്. പുനരുത്ഥാനത്തിൽ നിന്ന് യേശുവിനെ തടയുവാൻ ആർക്കും കഴിഞ്ഞില്ല. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് യഹൂദന്മാർ അറിഞ്ഞിരുന്നു, യഹൂദന്മാർ കേട്ടിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, അവൻ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശരീരം എടുത്ത് മാറ്റി വെച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് ആ ഗവൺമെന്റ് പറഞ്ഞത്, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ കല്ലറ ഉറപ്പുവരുത്താൻ പറഞ്ഞു. അതുകൊണ്ട് അവർ വലിയ കല്ലെടുത്ത് അവിടെ അടച്ചു വെച്ചു. അതുമാത്രമാണോ, കാവൽക്കാരെ അവിടെ നിർത്തി. എന്തിന്? അവൻ ഉയർത്തെഴുന്നേൽക്കരുത്. ഐ എം ആസ്കിങ് യു എ സിമ്പിൾ ക്വസ്റ്റ്യൻ, മൈ ബ്രദർ, മൈ സിസ്റ്റർ. Could anyone stop him from being resurrected? Could anyone stop him from being risen up? Nothing. Nobody ever could stop him, because that is the power of the resurrection. അതാണ് പുനരുത്ഥാന ശക്തി. അതാണ് പുനരുത്ഥാന ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ! അതിനൊരു വില കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ട വില എന്നറിയാമോ? അതേ വചനത്തിൽ തന്നെ മുന്നോട്ട് എഴുതിയിരിക്കുന്നു. നോക്കിയേ, അവിടെ എഴുതിയിരിക്കുന്നു, that I may know him and the power of his resurrection and the fellowship of his sufferings. Fellowship of his sufferings എന്ന് പറയുമ്പോൾ അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മയിൽ ഞാൻ പങ്കാളിയാകണം. കാരണം കർത്താവ് കഷ്ടം അനുഭവിച്ചതിന് ഞാൻ പങ്കാളിയായി തീരണം എന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ ഞാൻ കഷ്ടം അനുഭവിക്കണം. ഇന്നത്തെ രാത്രികാലം നമ്മളിൽ പലരും ചോദിച്ചേക്കാം, കർത്താവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ നിന്ദിക്കപ്പെടുന്നെങ്കിൽ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ പരിഹസിക്കപ്പെടുന്നുവെങ്കിൽ, കർത്താവിന്റെ നാമനിമിത്തം നീ ഉപദ്രവം സഹിക്കുന്നെങ്കിൽ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ നഷ്ടം വഹിക്കുന്നെങ്കിൽ, ഇതൊക്കെയും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയായി തീരുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ സഹോദര നീ ഒറ്റപ്പെട്ടിരിക്കുന്നത് കുടുംബത്തിൽ നിന്ന്? എന്തുകൊണ്ടാ സഹോദര നിനക്ക് അവകാശമായി ലഭിച്ചിരുന്ന പലതും നിനക്ക് നഷ്ടപ്പെട്ടു പോയത്? എന്തുകൊണ്ടാ സഹോദര നിന്നെ അവരവരുടെ കൂട്ടത്തിൽ കൂട്ടാത്തത്? എന്തുകൊണ്ടാ സഹോദര പലയിടത്തും നീ ഒറ്റപ്പെട്ട് മാറി നിൽക്കേണ്ടി വരുന്നത്? ഉത്തരം ഇതാണെന്ന് വെച്ചോ, എൻ്റെ കർത്താവിന്റെ പിന്നാലെ ഞാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണെന്ന് നീ ഉത്തരം പറയുന്നുവെങ്കിൽ, അതാണ് കർത്താവിന്റെ കഷ്ടതയോടെ, അവന്റെ കഷ്ടാനുഭവത്തോടെ നീ കൂട്ടായ്മ ആചരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. If you are rejected, if you are despised, if you endure some loss because you follow Christ, you are being alone, you are being left alone, ignored and cornered for the name's sake of Christ. I tell you, my brother, my sister, in one way or other way, you are sharing the fellowship of his sufferings. കർത്താവിൻ്റെ പിന്നാലെ വന്നതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? Have you paid a cost? Have you paid a price when you followed Christ? ക്രിസ്തുവിൻ്റെ പിന്നാലെ വരുവാൻ, ക്രിസ്തുവിനെ അനുഗമിപ്പാൻ തക്കവണ്ണം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എവിടെയെങ്കിലും ഒരു വില കൊടുക്കേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടുണ്ടോ? വില കൊടുക്കേണ്ടി വന്നിട്ടില്ല എങ്കിൽ
We need to put a question mark on our conversion. നമ്മുടെ കൺവേർഷൻ അകത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. ഈസ് മൈ കൺവേർഷൻ റിയൽ ഓർ നോട്ട്? എൻ്റെ രൂപാന്തരം അല്ലെങ്കിൽ എൻ്റെ വീണ്ടും ജനനം, എൻ്റെ മാനസാന്തരം റിയൽ ആണോ? ഒരു വ്യക്തി യഥാർത്ഥമായി കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുമ്പോൾ കൂട്ടുകാരുടെ മധ്യത്തിൽ അവൻ ഒറ്റപ്പെടും, അവൾ ഒറ്റപ്പെടും, വീട്ടുകാരുടെ മധ്യത്തിൽ ഒറ്റപ്പെടും, കുടുംബത്തിൽ ഒറ്റപ്പെടും. കാരണം എന്തെന്നറിയാമോ? ലോകത്തിന്റെ വഴിയല്ല കർത്താവിന്റെ വഴി. അതുവരെ ലോകത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തി കർത്താവിനെ അറിയുമ്പോൾ, കർത്താവിന്റെ വഴിയിലേക്ക് വരുമ്പോൾ, your friends, your peers cannot accept it. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരും, വീട്ടുകാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരും, നമ്മുടെ സാഹചര്യങ്ങൾക്ക് നമ്മളെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരും. അതൊക്കെയും നമ്മളെ നയിക്കുന്നത് ക്രൂശിന്റെ അനുഭവത്തിലേക്കാണ്. Hallelujah, we need to carry that cross. That cross of shame, that cross of rejection, that cross of despise. We need to carry that cross. കർത്താവ് അതാ പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനംതോറും എന്നെ അനുഗമിക്കട്ടെ. Praise God. That is what the Lord says. Carry your cross and follow me daily. By denying yourself. നീ നിന്നെ തന്നെ ത്യജിച്ച്. നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഈ അപ്പോസ്തലനിലേക്ക് ഒന്ന് നോക്കിയേ. ഹല്ലേലൂയ. അവനൊരു വലിയ നഷ്ടം അതിനുവേണ്ടി എടുത്തു. കർത്താവിന്റെ കഷ്ടങ്ങൾക്ക് കൂട്ടായ്മ കൊടുക്കുവാൻ വേണം ഒരു വലിയ നഷ്ടമെടുത്തു. പൗലോസ് ആരായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഹല്ലേലൂയ. മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരെക്കാൾ പോലും എത്ര കൊണ്ടും അഗ്രഗണ്യനായ ഒരു മനുഷ്യനായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. മുകളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞ് 5-ാമത്തെ വാക്യം മുതൽ എഴുതിയിരിക്കുന്നു. നോക്കിയേ. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ തനിക്ക് ഓർമ്മ വെച്ച് നാളെ മുതൽ ഇത് എഴുതുന്ന നാൾ വരെ താൻ പറയുകയാണ്, എന്റെ ചിന്തകളിൽ ഒരൊറ്റ ന്യായപ്രമാണം പോലും തെറ്റിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അനന്യനാണ്. ഐ ആം ബ്ലെയിംലെസ് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് മോസസ്. ആർക്കത് പറയാൻ പറ്റും ഈ ഭൂമിയിൽ? എത്ര പേർക്ക് ഇത് പറയുവാൻ പറ്റും സഹോദരങ്ങളെ? കർത്താവിന്റെ ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനന്യനാണെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് തന്റെ ക്രെഡൻഷ്യൽസ്, തന്റെ ഹെറിറ്റേജ് താൻ മോളിൽ എഴുതിയിരിക്കുകയാണ്. തന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, തന്റെ അപ്ബ്രിംഗിങ്, തന്റെ സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം താൻ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്രമാത്രം വിദ്യാഭ്യാസമുള്ളവൻ, യഹൂദ ജനത്താൽ അഭിമാനിക്കപ്പെട്ടവൻ, മാനം ലഭിച്ചവൻ, അവരുടെ ജാതിയിൽ അവൻ അഗ്രഗണ്യനായിരുന്ന മനുഷ്യൻ, എവിടെ കടന്നുപോയാലും ഒരു സീറ്റ് ലഭിക്കുന്ന മനുഷ്യൻ, ചെറുപ്രായത്തിൽ തന്നെ റബ്ബൂനി എന്ന പേർ വിളിക്കപ്പെട്ടവൻ, ടൈറ്റിൽ ലഭിച്ചവൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണം പഠിച്ചവൻ, അഭ്യസിച്ചവൻ. ഹല്ലേലൂയ. അത് മാത്രമല്ല, തന്റെ ജാതിയോടെ യഹൂദ മതത്തിനു വേണ്ടി ഇത്രമാത്രം തീഷ്ണത അനുഭവിച്ചുകൊണ്ട് യഹൂദ മതത്തിനെതിരെ നിൽക്കുന്ന സകലരെയും നിഗ്രഹിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ട മനുഷ്യൻ. അത്രമാത്രം താൻ യഹോവയെ സ്നേഹിച്ചിരുന്നു. ഇത്രമാത്രം ക്രെഡൻഷ്യൽസ് ഉള്ള, ലോകത്തിൽ ഇത്രമാത്രം വിലയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ് 7-ാമത്തെ വാക്യത്തിൽ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. Whatever gain to me, I count them but loss. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് നോക്കിയേ. But what things were gain to me, those I count a loss for Christ. ക്രിസ്തു നിമിത്തം അതൊക്കെ നഷ്ടമെന്നെണ്ണിയിരിക്കുക. ഹല്ലേലൂയ. ഈ ലോകം തനിക്ക് തന്ന ക്രെഡൻഷ്യൽസ് എല്ലാം, ഈ ലോകം തനിക്ക് തന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം, ഈ ലോകം തന്ന പേരും പെരുമയും എല്ലാം താൻ ഒരു തലത്തിൽ, ഒരു ത്രാസിന്റെ സ്കെയിലിന്റെ ബാലൻസിന്റെ ഒരു ത്രാസിന്റെ ഒരു തട്ടിലേക്ക് വെച്ചു. മറ്റേ തട്ടിൽ ക്രിസ്തുവിനെ വെച്ചപ്പോൾ ക്രിസ്തുവിന്റെ പേര് വെച്ച തട്ട് താണിരിക്കുന്നു, മറ്റേതൊക്കെയോ ഉയരത്തിലിരിക്കുന്നു. അതെന്ത് ചെയ്തെന്നറിയാമോ? അവൻ ഇതിനെയൊക്കെ നഷ്ടമെന്നുണ്ട്, ഛേദമെന്നുണ്ട്, ഇതൊന്നും വേണ്ട, എനിക്കിത് മതി. സഹോദര സഹോദരി, ഒരു നഷ്ടം അവൻ സഹിച്ചു. എന്തിന്? പുനരുത്ഥാനത്തിന്റെ ശക്തിയെ പ്രാപിക്കാൻ. എന്തിന്? യേശു ക്രിസ്തുവിനെ അറിയുവാൻ. എന്തിന്? ദൈവഹിതം നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം, തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നിടുവാൻ തക്കവണ്ണം പൗലോസ് തന്നെ താഴ്ത്തിക്കൊടുത്തു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നേടുവാൻ തക്കവണ്ണം നമ്മൾ എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? Is there anything in our life we counted but lost for Christ? Is there anything? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്താണ് കർത്താവിന്റെ സന്നിധി നമുക്ക് പറയുവാൻ കഴിയുന്നത്? കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ ആഗ്രഹം ഇത് മാത്രമാണെന്ന്. ഹല്ലേലൂയ.
പൗലോസിനെ കുറിച്ചുള്ള സാക്ഷ്യം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ നമ്മളൊക്കെ അകത്ത് എക്സൈറ്റഡ് ആകും. നമ്മൾ പലപ്പോഴും പറയും ഈ പൗലോസിനെ പോലെ നാകാനെന്ന്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വി ആർ മില്യൺസ് ഓഫ് മൈൽസ് അവേ ഫ്രം ഹിം, അവേ ഫ്രം ഹിസ് ഡിസയർ. ഹല്ലേലൂയ. പൗലോസിനെ പോലെ ആകുന്നതിന് മുമ്പ് പൗലോസ് ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. പൗലോസ് ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയണം. അത് നമുക്ക് കഴിയും. അത് കഴിയാതിരിക്കാൻ എന്താ പറ്റുന്നത്? കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ സകലത്തെയും സമർപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവിതം പൂർണ്ണമായി അങ്ങയുടെ പാദപീഠത്തിൽ തരുവാൻ തക്കവണ്ണം തയ്യാറാണ്. ഈ ലോകം എനിക്ക് എന്തെങ്കിലും ക്രെഡൻഷ്യൽസ് തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും സോഷ്യൽ സ്റ്റാറ്റസ് തന്നിട്ടുണ്ടെങ്കിൽ, ഫാമിലി സ്റ്റാറ്റസ് തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലുതെന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെയും അങ്ങയുടെ പാദപീഠത്തിൽ ഒരു നഷ്ടമായി താഴ്ത്തി വയ്ക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നമ്മൾക്ക് പറയുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും we can say that I have the same desire that Paul had. പൗലോസിനുണ്ടായിരുന്ന അതേ ആഗ്രഹം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവമക്കളെ? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഡിസയർ എന്താ? ഈ ലോകത്തിലൊരു സ്ഥാനം എത്തണമെന്നാണോ? ഈ ലോകത്തിൽ നമുക്കൊരു പേരെത്തണമെന്നാണോ? ഈ ലോകത്തിൽ കുറച്ചു കാലം കൂടെ ജീവിക്കണമെന്നാണോ? എന്താണ് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം? നമ്മൾ ശാന്തമായിട്ട് ആ ഭാഗത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. Hallelujah. To know the excellency of the knowledge of Christ, to have the excellency of the knowledge of Christ, I count everything but loss or but dung. അത്രമാത്രം നികൃഷ്ടമായിട്ട് അതിനെ കാണുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസന് കഴിയുന്നു. കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ ബാക്കിയെല്ലാം നിഷ്പ്രഭമായി പോകും ദൈവമക്കളെ. ഏറ്റവും ശ്രേഷ്ഠമായതിനെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയൊക്കെ നഷ്ടങ്ങളായിട്ട് മാറും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഉപമ പറഞ്ഞിട്ടുണ്ട്. എന്തുവാണെന്നറിയാമോ? മാത്യു ചാപ്റ്റർ 13:44 പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു സ്വർഗരാജ്യം എന്ന് പറയുന്നത് വയലിൽ ഒളിപ്പിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യം. Kingdom of God is like a treasure which is hidden in a field. ഒരു മനുഷ്യൻ അത് കണ്ടിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് വന്നിട്ട് ഈ വയൽ വാങ്ങി. ഇമാജിൻ ദിസ് വേ. ഹല്ലേലൂയ. ഒത്തിരി റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന മനുഷ്യൻ, ഒത്തിരി പണം ഉണ്ടായിരുന്ന മനുഷ്യൻ, ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്ന മനുഷ്യൻ, FDs ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് ഉണ്ടായിരുന്ന മനുഷ്യൻ, അതൊക്കെ അവൻ റിലീസ് ചെയ്തിട്ട് ആ വലിയ ഹ്യൂജ് ആയിട്ടുള്ള തൻ്റെ പണം, തൻ്റെ റിയൽ എസ്റ്റേറ്റ് മണി എല്ലാം കൂടെ കൊടുത്തിട്ട്, ആ മണി എല്ലാം കൂടെ കൊടുത്തിട്ട് ഹി കെയിം. എന്നിട്ട് 1 സെന്റ് ഭൂമി, ജസ്റ്റ് 1 സെന്റ് ലാൻഡ് അത് വാങ്ങിച്ചെന്ന്. കാണുന്നവരെന്താ ഈ മനുഷ്യനെ കുറിച്ച് പറയുക? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മില്യൺസ് ഓഫ് പൗണ്ട് കൊടുത്തിട്ട് he just bought a little simple plot. People start laughing at him. എല്ലാവരും അവനെ നോക്കി ചിരിക്കും. ഇവരെന്തോ പോർഷനാണ് ഇത്രയും മില്യൺ പൗണ്ട് കൊടുത്തിട്ട് ഈ ലിറ്റിൽ സ്മോൾ പ്ലോട്ടാണോ അവൻ വാങ്ങിയിരിക്കുന്നത്? ബട്ട് യു ആൻഡ് ഐ നോ ദ സീക്രട്ട് there. He has seen a treasure there. അവൻ അതിനകത്തൊരു നിധി കണ്ടായിരുന്നു. അവനൊരു കാര്യം അറിയാം, ഈ നിധി ഞാൻ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കിയതിൻ്റെ എത്രയോ ഇരട്ടി പണം എനിക്ക് കിട്ടും. സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ഉപമ അതാണ്. ഒരുവൻ ഒരു വയലിൽ നിധി ഒളിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് അവൻ കടന്നു വന്നിട്ട് ആ വയൽ വാങ്ങി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ക്രിസ്തുവിനുള്ള ആ മഹത്വം നമ്മൾ കാണുമ്പോൾ, നിത്യജീവന്റെ മഹത്വം കാണുമ്പോൾ, നിത്യതയിൽ ദൈവത്തോടുകൂടി വസിക്കുന്ന ശ്രേഷ്ഠമേറിയ ഭാഗ്യം ഓർക്കുമ്പോൾ, ഈ ലോകത്തിലുള്ളതൊക്കെയും വെറും ക്ഷണികമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എത്ര പേർക്കുണ്ട്? അതൊക്കെയും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ശ്രേഷ്ഠമായതിന്റെ പിന്നാലെ വരുവാൻ, അതിനുവേണ്ടി വില കൊടുത്ത് അതിനുവേണ്ടി നിൽക്കുവാൻ, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുവാൻ, അതിനെ പ്രൊമോട്ട് ചെയ്യുവാൻ, അതിൻ്റെ ഒരു പ്രീച്ചറായി മാറുവാൻ, അത് ഇവാഞ്ചലൈസ് ചെയ്യുവാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? സ്വർഗരാജ്യം എന്ന് പറയുന്നത് അതാ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ കണ്ണ് പിശാച് കുരുടാക്കിയിരിക്കുക. ശ്രേഷ്ഠമേറിയതിനെ കാണാതിരിപ്പാൻ തക്കവണ്ണം, അതിലെ ശ്രേഷ്ഠമേറിയതിനെ അറിയാതിരിപ്പാൻ തക്കവണ്ണം, വിലയുള്ളതിനെ തിരിച്ചറിയാതിരിപ്പാൻ തക്കവണ്ണം അവൻ നമ്മുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലയുള്ളത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ കാണുന്ന കൊച്ചു കാര്യങ്ങൾ. ഒരു പൊടിക്കുഞ്ഞിന് എപ്പോഴും എൻ്റെ ചിന്തകളിൽ വരുന്നത് അതാ. ഒരു പൊടിക്കുഞ്ഞിന് ഏറ്റവും വിലയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ 1 പൗണ്ട് ടോയ്യാ, അല്ലേ? അതല്ലേ, ശരിയല്ലേ പറയുന്നത്? വീട്ടിൽ എന്തെല്ലാം വിലയുള്ളതുണ്ട്, അതൊന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ട. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് 2 പൗണ്ടിന് മാത്രം വിലയുള്ള ചെറിയ കളിപ്പാട്ടങ്ങളാണ് വേണ്ടിയതല്ലേ? ആ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കും, ആ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി കരയും.
എത്ര വലിയൊരു സ്റ്റോറിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി, ഒരു 2 വയസ്സുള്ള 3 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയി ആ കുഞ്ഞിനോട് ചോദിച്ച് അവിടെ എത്ര വിലയുള്ള സാധനം ഇരുന്നാലും, ഉപയോഗമുള്ള സാധനം ഇരുന്നാലും, മനോഹരമായ സാധനം ഇരുന്നാലും കുഞ്ഞിനോട് ചോദിച്ച് മോൻ എന്തോ വേണം, ആ കുഞ്ഞ് കാണിച്ചു തരുന്ന എന്തായിരിക്കും? ഒരു കൊച്ചു ടോയ്, ഒരു ചെറിയ കളിപ്പാട്ടമാണ്. ആ കളിപ്പാട്ടം മതി ആ കുഞ്ഞിന് തൃപ്തിയാകാൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? വിലയുള്ളതും വിലയില്ലതും തിരിച്ചറിയുവാൻ തക്കവണ്ണം, വിലയുള്ളതും വിലയില്ലാത്തതും തിരിച്ചറിയുവാൻ തക്കമുള്ള പക്വതയിലേക്ക് ആ കുഞ്ഞായിട്ടില്ലെന്നുള്ളതാണ്. അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഇതാണ്. വിലയുള്ളതിനെയും വിലയില്ലാത്തതിനെയും തിരിച്ചറിയുവാനുള്ള ആത്മീയ പക്വതയിലേക്ക് നമ്മൾ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു വിലയും ഇല്ലാത്ത, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന, ഇന്ന് കണ്ട് നാളെ ഇല്ലാതായി പോകുന്ന, അസ്തിത്വം നഷ്ടപ്പെടുന്ന ഈ ലോകത്തിലുള്ള പലതിനും വേണ്ടി നാം ഓടി 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 ക്ഷീണിച്ചു പോകുന്നത്, അതിന് വലിയ വില നമ്മൾ കൊടുക്കുന്നത്. സഹോദര സഹോദരി, അപ്പോസ്തലനായ പൗലോസ് പറയുക, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഇതൊക്കെയും ഞാൻ ചവറുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. നോ വണ്ടർ. ഹൗ വാസ് ദാറ്റ് മാൻ? ഹൗ ഹാഡ് ഹി ബിക്കം ലേറ്റർ? അവൻ എങ്ങനെയായിത്തീർന്നു ബിഫോർ ഹി ലെഫ്റ്റ് ദിസ് എർത്ത്? ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് ആ കർത്താവിൻ്റെ ദാസൻ ഏത് നിലയിലെത്തി? എത്രയോ പേരെ താൻ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ആ ദൈവദാസനിലൂടെ എത്രയോ പേർ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്നും നമ്മളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. താൻ എഴുതിയ എഴുത്തുകളിലൂടെ, താൻ എഴുതിയ എഴുത്തുകൾ ദൈവവചനത്തിൻ്റെ ഭാഗമായി പരിശുദ്ധാത്മാവ് മാറ്റി. ഏതാണ്ട് 13-14 ലേഖനങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കേണ്ടതാ സഹോദരങ്ങളെ. ഹല്ലേലൂയ. എന്തുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ബ്ലെസ്സിങ്സ് ആയി തീരുന്നില്ല? കാരണം we don't want to empty ourselves. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മുടെ പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആണ്. നാം മുൻഗണന കൊടുക്കുന്നത് പലതും ഡിഫറെൻ്റ് ആണ്. ഹല്ലേലൂയ. സോ ഇറ്റ് ഈസ് കോസ്റ്റ്ലി മൈ ബ്രദർ, മൈ സിസ്റ്റർ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയത്, അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന്, അവനെ അറിയേണ്ടതിന്, അവൻ്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ അറിയേണ്ടതിന്. അത് മാത്രമല്ല, പിന്നെ അവിടെ എഴുതിയിരിക്കുന്നു, പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. പ്രൈസ് ഗോഡ്. അവനിൽ ഇരിക്കണം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു ഒന്നുകൂടെ ക്ലിയർ, that I may know him and the power of his resurrection and the fellowship of his sufferings, being made conformable unto his death. I tell you my brother, my sister, യേശു കർത്താവിങ്കിലേക്ക് റിസറക്ഷൻ പവർ വന്നത് എപ്പോഴാണെന്നറിയാമോ? കർത്താവ് കഷ്ടം അനുഭവിച്ച് മരിച്ച് കുഴിച്ചിടപ്പെട്ടപ്പോഴാണ്, അടക്കപ്പെട്ടപ്പോഴാണ്. ഹല്ലേലൂയ. കർത്താവ് മരിച്ചില്ലായിരുന്നെങ്കിൽ പുനരുദ്ധാന ശക്തി കർത്താവിന് അനുഭവിക്കാൻ കഴിയത്തില്ലായിരുന്നു. കർത്താവ് പോയി അതേ പാതയിലൂടെ പോകാതെ ഈ പുനരുദ്ധാന ശക്തി നമുക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവ് കഷ്ടം അനുഭവിച്ചതുപോലെ തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ എനിക്കും അനുഭവിക്കണം. കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിക്കാതെ പുനരുദ്ധാന ശക്തിക്ക് പങ്കാളികളായി തീരുവാൻ നമുക്ക് കഴിയത്തില്ല. പ്രൈസ് ഗാഡ്. നഷ്ടങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി സഹിക്കാതെ പുനരുദ്ധാന ശക്തി അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ജീവിതം മാറുന്നത് ഈ ആത്മശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. There is no other way. കർത്താവ് പറഞ്ഞെന്തോന്നറിയാമോ? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ആ വാക്യം ഒന്നെടുത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ 11, 25-26 വാക്യങ്ങൾ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിക്കേ സഹോദരങ്ങളെ, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. വി നോ സംതിങ് ഹാപ്പൻ ഹിയർ. വി നോ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ സുഹൃത്തായിരുന്ന ലാസർ മരിച്ചു എന്ന് കർത്താവ് അറിയുന്നു. എത്രമാത്രം ഒരു ആത്മീയ ബന്ധം ലാസറും കർത്താവുമായിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ നോക്കിക്കേ, ഈ 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നു. 3-ാമത്തെ വാക്യത്തിൽ 11-3-4 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, മാർത്തയും മറിയയും. They were the sisters of Lazarus.
ലാസറിന്റെ സഹോദരിമാരായിരുന്നു മാർത്തയും മറിയയും. ലാസർ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന്, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇത്രേ ഉണ്ടായത്. സഹോദര സഹോദരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് കർത്താവ് അവിടെ വെയിറ്റ് ചെയ്തു? മരിക്കുന്നതിന് മുമ്പ് കർത്താവ് അറിഞ്ഞവൻ ദീനമായി കിടക്കുകയാണെന്ന്. കർത്താവിന് അവിടേക്ക് എത്തിക്കഴിഞ്ഞ് അവന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചെങ്കിൽ അത് വേണ്ട. കർത്താവ് നിന്നിടത്ത് തന്നെ നിന്നുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചെങ്കിൽ അവന് സൗഖ്യം വരില്ലായിരുന്നു. കർത്താവ് പറഞ്ഞെന്തോന്നറിയാമോ? ഇവന്റെ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ്. എങ്ങനെയാ ദൈവപുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന്? രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തി രോഗം മാറി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ദൈവം മഹത്വപ്പെടുത്തില്ലേ? എന്തുകൊണ്ട് അവൻ മരിക്കുവാൻ കർത്താവ് കാത്തിരുന്നു? അത് മാത്രമല്ല, മരിച്ചിട്ടും 4 ദിവസം കൂടെ വീണ്ടും കർത്താവ് കാത്തിരുന്നത് എന്തുകൊണ്ട്? He wanted to come to the end. He wanted to see that Lazarus is gone completely. He wanted to raise him up. He wanted to resurrect him up. That would alone give glory to God. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെയും നിന്നെയും ദൈവ മഹത്വത്തിന് കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? We haven't come to the end of the rope. ഹല്ലേലൂയ. ആ റോപ്പിന്റെ എൻഡിൽ നമ്മൾ എത്തിയിട്ടില്ല. എവിടെ നമ്മൾ എൻഡിൽ എത്തുമോ അവിടെയാണ് ദൈവത്തിന്റെ ആത്മശക്തി അവൻ പകരുന്നത് നമ്മളിലേക്ക്. ഇപ്പോഴും സ്റ്റിൽ നമ്മളിൽ ഒത്തിരി ഉണ്ട്. ഞാൻ എന്ന ഭാവം എന്നിലുണ്ട്, എന്റേതെന്നുള്ളത് എന്നിലുണ്ട്, സ്വാർത്ഥത എന്നിലുണ്ട്, മറ്റ് ലോകമോഹങ്ങൾ എന്നിലുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നിലുണ്ട്. ഇതൊക്കെയും മാറി when I become totally dead as far as this world is concerned, as far as my flesh is concerned, where I say, Lord, I am dead, I have no more desire for this world, I have no more desire for this earthly life, I want to please you, I want to honor you. That is the time he will impart the power of resurrection over our life. അവിടെയാ ദൈവമഹത്വം നമ്മളിൽ എടുക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് പാടുവാൻ കഴിയും, നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും, നമുക്ക് പലതും ചെയ്യുവാൻ കഴിയും. പക്ഷേ ആത്മശക്തി നമ്മളിലേക്ക് നിറയണമെങ്കിൽ, യഥാർത്ഥ ആത്മശക്തി നമ്മളിലേക്ക് നിറയണമെങ്കിൽ, ദൈവത്തിന്റെ ദാസന്മാരെ, കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തന്മാരെ മാറ്റിയ ആത്മശക്തി, അവരെ മരണത്തിന്റെ മുമ്പിലും ധൈര്യത്തോടെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി അവരെ നിർത്തിയ ആത്മശക്തി, പുനരുദ്ധാന ശക്തി നമ്മളിൽ നിറയണമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ സ്വയം ഇല്ലായ്മയായി തീരണം കർത്താവിന്റെ മുമ്പിൽ. We need to empty ourselves. We need to come to the point where we need to say that not me but Christ in me, like Paul said. ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ എന്ന് പറയുന്ന നിമിഷം വരെ കർത്താവിന് തൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറച്ച് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ നമ്മളെ നടത്തുവാൻ കഴിയുകയില്ല. മറന്നു പോകരുത് ദൈവമക്കളെ, ഇതൊരു വലിയ നഷ്ടമാണ് നമ്മളിത് അനുഭവിച്ചില്ല എങ്കിൽ. ശ്രേഷ്ഠമേറിയ വിളി തന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത് തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് തന്ന് തൻ്റെ വഴികളിൽ നമ്മളെ നടത്തുവാനാണ്. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പടയാളികളായി, വാറിയേഴ്സായി നമ്മളെ മാറ്റുവാനാണ്. ഹല്ലേലൂയ. ഇന്ന് ഓർത്ത് ഒരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ എത്ര പേര് വിശ്വാസത്തിൽ നിൽക്കും? ഹല്ലേലൂയ. എത്ര പേര് നിൽക്കും? നമുക്കെതിരെ ഒരു പ്രതികൂലം ആഞ്ഞടിക്കുകയാണെന്ന് വെച്ചോ, നമ്മുടെ വിശ്വാസത്തിനൊരു ശോധന സംഭവിക്കുകയാണെന്ന് വെച്ചോ, നമ്മളിൽ എത്ര പേര് കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകും? മരണത്തോളം ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കും? വളരെ ചുരുക്കമാണ്. നാം സ്വയം ഒന്ന് ശോധന ചെയ്താൽ മതി, ഞാൻ കാണുമോ എന്നൊന്ന്. ഇവിടെ ഇപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അകത്ത് കടന്നു വന്ന് ഹാൻഡ്സപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഗണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ, ജീവൻ വേണ്ടിവര് ഇവിടുന്ന് ഓടിപ്പോക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര പേര് ഇവിടെ നിൽക്കും കർത്താവിന് വേണ്ടി? ഒരു പക്ഷേ അപ്പം നമുക്ക് കൃപ ലഭിച്ചാൽ നിൽക്കും, അതൊരു സത്യമാണ്. പക്ഷേ ഇന്ന് ഈ ഇരിക്കുന്ന നിമിഷം നമ്മൾ എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ നിൽക്കും, എൻ്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറയത്തില്ല? എത്ര പേർക്ക് പറയാൻ പറ്റും? അത് പറയാൻ കഴിയുന്നത് ഈ പുനരുത്ഥാന ശക്തി പ്രാപിച്ചവർക്കേ പറ്റും, അല്ലാത്തവർ ഭയപ്പെട്ടു പോകാം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നോക്കിയേ, അവൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇത് മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിനാ. എന്നിട്ട് എന്ത് ചെയ്തു? 4 ദിവസം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ കർത്താവ് അവിടേക്ക് വരികയാ. ഇപ്പോഴൊന്ന് നോക്കിക്കേ, where is Lazarus now? Lazarus is gone. Now it's a dead body and that started decaying now. ആ ടോമ്പിനകത്തോട്ടൊന്ന് നോക്കിക്കേ. ആ ടോമ്പിനകത്ത് കയറാൻ പറ്റുമോ? അത് തുറക്കുന്ന സമയത്ത് തന്നെ അവിടെ സഹോദരങ്ങൾ പറയുന്നുണ്ട്, നാറ്റം വെച്ച് തുടങ്ങിയെന്ന്. മൂക്കുപൊത്തി എല്ലാവരും, അവിടെ കടന്നു വന്നവരൊക്കെ മൂക്കുപൊത്തി. ഹല്ലേലൂയ.
അവിടെയുള്ള സഹോദരിമാർ ഒന്നും പറഞ്ഞില്ല. തൻ്റെ ലാസറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരാണ് മാർത്തയും മറിയയും. അവർ പറഞ്ഞു, ലാസറിനെ കല്ലറയിലേക്ക് വെക്കേണ്ട, എൻ്റെ വീട്ടിൽ തന്നെ വെച്ചാൽ മതിയെന്ന്. ഇല്ല, കാരണം now Lazarus is no more. It is his dead body. It starts decaying. ആ ടോംബിനകത്ത് അന്ധകാരം മാത്രമേ ഉള്ളൂ, ഇരുള് മാത്രമേ ഉള്ളൂ, ആ ബാഡ് സ്മെല്ല് മാത്രമേ ഉള്ളൂ, ഡീക്കേയിങ് സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. There is no hope there. Everything is gone, completely rejected. Total darkness inside, hopelessness inside, emptiness inside. There's nothing, no encouragement. Everything is gone. As far as man is concerned, it's all gone. There is no hope there. That is where the power of resurrection came in and exerted into the dead body of Lazarus. And Lazarus came out. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ വലിയൊരു സത്യമുണ്ട്. No matter how deep you are fallen, no matter how you think you are hopeless, you are in darkness, you are a total failure, you are a total rejection, and there is nothing good dwells in you. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ എത്ര അന്ധകാരത്തിലാണെന്ന് നിനക്ക് തോന്നിയാലും, ഒരു പ്രയോജനം ഇല്ലാത്തവളാണെന്ന് നിനക്ക് തോന്നിയാലും, ഹല്ലേലൂയ, എന്നെ കൊണ്ട് ഇനി ഒരു ഗുണവും ഉണ്ടാകത്തില്ല, ഞാൻ അത്രമാത്രം ഫെയിലുറായി പോയി, എൻ്റെ എത്രയോ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ഹല്ലേലൂയ, എല്ലാം നിനക്ക് തോന്നിയാലും, ഹല്ലേലൂയ, ഒരു പ്രത്യാശയും ഇല്ലാത്ത, പ്രതീക്ഷയും ഇല്ലാത്ത, ഹല്ലേലൂയ, ടോംബിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടന്ന റിജക്റ്റഡ് ആയിരിക്കുന്ന ഡെഡ് ബോഡി, ഡീക്കി ആയിക്കൊണ്ടിരുന്ന ഡെഡ് ബോഡിയെ ജീവനുള്ളതാക്കി പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, നീ ആയിരിക്കുന്ന പ്രിസണിൽ നിന്ന്, കാരാഗൃഹത്തിൽ നിന്ന്, തടവറയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഈ പുനരുത്ഥാന ശക്തിക്ക് കഴിയും. If you believe, the Lord can do it. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? കഴിഞ്ഞ കാലങ്ങൾ എനിക്ക് നഷ്ടമായി പോയി, ദൈവസന്നിധിയിൽ ഉപയോഗിക്കേണ്ട വ്യക്തിയായിരുന്നു ഞാൻ, ഉപയോഗിക്കപ്പെട്ടില്ല, ഹല്ലേലൂയ, എൻ്റെ ജീവിതം മുഴുവനും അന്ധകാരവും നിരാശയുമാണ്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സഹോദര സഹോദരി, ഇന്നത്തെ രാത്രി കർത്താവിന്റെ സന്നിധിയിൽ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ലോർഡ്, ഐ വാണ്ട് ദാറ്റ് പവർ ഓഫ് റിസറക്ഷൻ ഇൻ മീ, ഇൻ മൈ ഫാമിലി, ഇൻ മൈ ലൈഫ്. ഹല്ലേലൂയ, ഐ വാണ്ട് ടു സെർവ് യു, ഐ വാണ്ട് ടു ഗ്ലോറിഫൈ യുവർ നെയിം. പ്രൈസ് ഗോഡ്. അത് നമുക്ക് പറയുവാനായിട്ട് കഴിയണം ദൈവമക്കളെ. ഹല്ലേലൂയ. വെദർ ഇറ്റ് ഈസ് ഫിസിക്കൽ ഡെത്ത്, കർത്താവ് പറഞ്ഞു എന്തോന്നറിയാമോ? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. അതിന് രണ്ടർത്ഥമുണ്ട്. മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞാൽ ആ വാക്യം ഒന്നുകൂടെ നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അവിടെ പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. Whether it is physical death or spiritual death, you will be raised up if you trust and believe in Christ. നമുക്കറിയാം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവിടെ വായിക്കുന്നുണ്ട്. That is talking about our physical death. If you die physically, we will be raised up with him, because the power of resurrection will come in and get exerted into our body and it will raise us up. അതാ അവിടെ സംഭവിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഭൗതിക മരണത്തിന് നമ്മളെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ആത്മശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്പിരിച്വൽ ഡെത്ത് നോക്കിയേ, ആത്മീയ മരണമായിക്കൊള്ളട്ടെ, സ്പിരിച്വൽ ഡെത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് വെച്ചോ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രത്യാശകളും പോയി, സന്തോഷം പോയി, സമാധാനം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുക. മുമ്പോട്ട് നോക്കിയാൽ വാതിലുകളില്ല, വഴികളിൽ ഒരു പ്രകാശമില്ല, എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഒരു വലിയ ബോക്സിനകത്ത് നമ്മളായിരിക്കുക. വി ആർ പുട്ട് ഇൻ എ ബോക്സ്. വി ആർ ബിഹൈൻഡ് ക്ലോസ്ഡ് ഡോർസ്. ലുക്ക് അറൗണ്ട്, nobody is there, totally alone you are. There is no ray of hope. I tell you, my brother, my sister, is it your condition? The Lord says, I can bring you out from this. Nothing can ever stop when the Lord sends the power of resurrection over your life. കർത്താവ് തന്റെ പുനരുത്ഥാന ശക്തി നിന്റെ മേൽ അയക്കുമ്പോൾ അതിനെ തടയുവാൻ ആർക്ക് കഴിയും? യേശു കർത്താവ് മരിച്ച് 3 ദിവസമായി കല്ലറയ്ക്കുള്ളിലിരിക്കുക. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി, പുനരുത്ഥാന ശക്തി ഇറങ്ങി വന്നപ്പോൾ അതിന് മുമ്പിലിരുന്ന വലിയ കോൺക്രീറ്റ് സ്ലാബുകളൊന്നും തടസ്സമായിരുന്നില്ല. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ സീലിനെ പൊട്ടിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആ ജഡത്തിന്റെ ഉള്ളിലേക്ക്, ആ മൃതശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ജീവനുള്ളതായി പുറത്തു കൊണ്ടുവന്നു. പുറത്തു വരുമ്പോൾ പോലും ആ കല്ല് മാറ്റേണ്ടി വന്നില്ല.
I tell you, my brother, my sister, many times we underestimate the power of God. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവിന് കഴിയുമോ? ഇതാണ് നിന്റെ ചോദ്യം. എന്റെ കർത്താവ് വൈകിപ്പോയോ? ഇതാണ് നിന്റെ ചോദ്യം. അല്ലെങ്കിൽ നീ വൈകിപ്പോയോ? ഇതാണ് നിന്റെ ചോദ്യം. സഹോദര സഹോദരി, you simply believe, trust in God. If you are willing to pay a price, if you are willing to sign a covenant with him, അവനുമായി ഒരു ഉടമ്പടി ചെയ്യുവാൻ ഇന്നത്തെ രാത്രി നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ളതൊന്നുമല്ല എനിക്ക് വലുത് എൻ്റെ കർത്താവാണെന്ന് പറയുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, വിശ്വസിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, നിന്റെ ജീവിതം മറ്റൊന്നാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും ഇനി ലഭിക്കുന്ന ചുരുക്കം സമയം കൊണ്ട് ശ്രേഷ്ഠമേറിയ പ്രവർത്തനത്തിന്റെ ജീവിതത്തിലൂടെ ചെയ്യുവാൻ കർത്താവിന് കഴിയും. മറന്നു പോകരുത് സഹോദര സഹോദരി. ജീവിതം തീരുന്നതിന് മുമ്പ്, വർഷങ്ങൾ പറന്നു പോകുന്നതിന് മുമ്പ്, നിന്റെ കാലിന്റെ ആരോഗ്യം തീരുന്നതിന് മുമ്പ്, നിന്റെ കൈയിലെ മസിലുകൾ തീരുന്നതിന് മുമ്പ്, ശരീരത്തിൻ്റെതായിട്ട് ബലം ക്ഷയിച്ചു പോകുന്നതിന് മുമ്പ് കർത്താവിനെ ഓർക്കുക. ഇനി കുറച്ചു കാലം നിനക്ക് ബാക്കിയുണ്ട്. ഈ കുറച്ചു കാലം ലഭിച്ച കാലം ഹല്ലേലൂയ നിത്യമായി നിലനിൽക്കുന്ന ചിലതിനു വേണ്ടി അധ്വാനിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കും. പ്രൊവൈഡഡ് യു സബ്മിറ്റ് ടു ഹിം യുവർ ലൈഫ്. നിന്റെ ജീവിതം അവന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. എന്താ അതിന്റെ അർത്ഥം? ജീവിച്ചിരുന്ന്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നോക്കിയേ, and whosoever lives and believes in me shall never die. Believe thou this. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരു നാളും മരിക്കുകയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നാളും മരിക്കുകയില്ല. മൈ ഫിസിക്കൽ ഡെത്ത് അക്കോർഡിംഗ് ടു ബൈബിൾ ഈസ് നോട്ട് എ ഡെത്ത് അറ്റ് ഓൾ. വിശുദ്ധ വചനപ്രകാരം, ദൈവവചനപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക മരണം എന്ന് പറയുന്ന ഒരു മരണമല്ല. ഭൗതിക മരണം എന്ന് പറയുന്നത് ഒരു തിരശ്ശീല മാറ്റി അപ്പുറത്തെ റിയാലിറ്റിയിലേക്ക് കടക്കുന്ന പ്രോസസ്സ് മാത്രമാണ് മരണം. ഭൗതികമായി എന്റെ കണ്ണുകൾ ഈ ഭൂമിയിൽ അടയുമ്പോൾ അനശ്വരമായ തേജസ്സുള്ള എന്നും നിലനിൽക്കുന്ന നിത്യമായ ഒരു ദേശത്തെ എന്റെ കണ്ണിന് മുമ്പിൽ ഞാൻ കാണുകയാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. Hallelujah. It is simply a transition process. That is what is death is. But we fear death a lot. പക്ഷെ നമ്മളിൽ പലരും മരണത്തെ ഭയപ്പെടുകയാണ്. എന്നാൽ ദൈവവചനം പഠിച്ച ഒരു വ്യക്തി, കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തി, നിത്യതയെക്കുറിച്ച് ഗ്രഹിച്ച ഒരു വ്യക്തി, ഹല്ലേലൂയ, അത് ദൈവം കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മരണത്തെ അവൻ ഭയപ്പെടത്തില്ല, മരണത്തെ അവൾ ഭയപ്പെടത്തില്ല. കാരണം ഇറ്റ്സ് എ റിയാലിറ്റി ടു ഗെറ്റ് ഇൻടു ദ റിയാലിറ്റി. ഹല്ലേലൂയ. ഇതൊക്കെ ഈ ലോകം യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ ചിരിച്ചു കാണിക്കുന്ന ആ ചിരി യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ വഞ്ചനയാണ്. ഇറ്റ്സ് ഓൾ ഡിസെപ്ഷൻ. ഇന്ന് ചിരിച്ചു കാണിക്കുന്നവർ നാളെ മുഖം തിരിക്കും. ഇന്ന് സഹായിക്കാമെന്ന് പറഞ്ഞവർ നാളെ വാക്കുമാറ്റും, ഇല്ലേ? ഇന്ന് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ നാളെ കൂടെ നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഭാര്യയായിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, ഈ ലോകത്തുള്ള ഏത് ബന്ധങ്ങളുമായിക്കൊള്ളട്ടെ, കൊച്ചു കുഞ്ഞിനെ പോലും അമ്മ തള്ളിക്കളയുന്നത് എത്രമാത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പന്റെ ഇഷ്ടത്തിന് നിന്നില്ലെങ്കിൽ മക്കളെ തള്ളി പറയത്തില്ലേ അപ്പൻ? തങ്ങളുടെ ഇഷ്ടത്തിന് അപ്പൻ നിന്നില്ലെങ്കിൽ അപ്പനെ തള്ളിപ്പറയുന്ന മക്കളില്ലേ? അമ്മയെ തള്ളിപ്പറയുന്ന മക്കളില്ലേ? ഈ ലോകത്തിലെ ഏത് ബന്ധമുണ്ട് ദൃഢമായ ബന്ധം? നിങ്ങളൊന്ന് പറഞ്ഞേ. എൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ട് എൻ്റെ ഭാര്യ നിന്ന് കഴിഞ്ഞാൽ എത്രമാത്രം എനിക്ക് അവളെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും? എൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തിനെതിരെ ഞാൻ എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ എത്രമാത്രം അവൾക്ക് എന്നെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും? ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ഈ ലോകത്തിലുള്ള ബന്ധങ്ങളൊക്കെയും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം എർത്ത്ലി മാറ്റേഴ്സ്. ഭൗമികമായ ചില കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളെല്ലാം. അതിനപ്പുറം ഒരു ബന്ധം നിൽക്കണമെങ്കിൽ ഭൗമികമായത് വിട്ടതിനെ ഹെവൻലിനെസ്സിനെ കണ്ട വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് എത്തുവാൻ കഴിയൂ. ഈ ഭൂമി വെറും ഭൗമികമാണെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ, whatever you see around is simply earthly and it is temporal and it is waiting to be gone, waiting to be disappeared. ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം മാറും. അത് ഹെവൻലി സെൻറ്റേർഡ് ആയിട്ട് മാറും. അതല്ലെങ്കിൽ ക്ഷണികമാ സഹോദരങ്ങളെ, വെറും ക്ഷണികം മാത്രമാ. സമാധാനമില്ലായ്മയാ, സന്തോഷമില്ലായ്മയാ, ഹാരിലെ ദുഃഖമാണ് അവിടെ. കാരണം എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ കർത്താവിന് നീ സ്ഥാനം കൊടുക്കുന്നില്ല. കർത്താവ് നിന്റെ ബന്ധത്തിനില്ല, നിന്റെ കുടുംബത്തിൽ കർത്താവില്ല. വെറും ഒരു ബാനർ മാത്രം, വെറും ഒരു സ്ലൈഡ് മാത്രമേ അവിടെ ഉള്ളൂ, ഒരു ഗ്ലോസ് സൈൻ മാത്രമേ അവിടെ ഉള്ളൂ. ക്രിസ്തു ഈ വീടിന്റെ നായകൻ, പക്ഷേ ക്രിസ്തു ഈ വീടിന്റെ കോമ്പൗണ്ടിൽ പോലുമില്ല. പിന്നെ എങ്ങനെ സ്വസ്ഥതയാ വീട്ടിൽ കിട്ടും? വെറുതെ എഴുതി വെച്ചിരിക്കുന്നു അലങ്കാര വസ്തുവായിട്ട്. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവ് എന്നിലേക്ക് കടന്നു വന്നാൽ
ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. എനിക്ക് മാറ്റം സംഭവിച്ചാൽ എൻ്റെ കുടുംബത്തിൽ മാറ്റം സംഭവിക്കും. എൻ്റെ കുടുംബത്തിൽ മാറ്റം സംഭവിച്ചാൽ സഭയ്ക്കകത്ത് മാറ്റം വരും. പ്രൈസ് ഗോഡ്. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. എത്ര ശ്രേഷ്ഠമായ വാഗ്ദത്തമാണ്. ഇവിടെ നിന്ന് ഞാനിത് പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ ഒരിക്കലും മരിക്കത്തില്ല. ഭൗമികമായി, ഫിസിക്കലി, when I die, I am not dying. My body, I am leaving it here, but I myself is going to some other place, which is a real place. Where do I die? ഞാൻ മരിക്കുന്നില്ല. ഞാൻ നിത്യമായി ജീവിക്കുവാൻ വേണം മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അത് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞ് വന്ന് ഞാൻ ഈ ശരീരം എടുത്തുകൊണ്ട് പോകും. അത് നിങ്ങൾക്കറിയാമോ? കുറച്ച് ഞാൻ കഴിഞ്ഞ് ഞാനിങ്ങ് വരും തിരിച്ച്. എന്തിന്? എൻ്റെ ശരീരം എവിടെയായാലും അത് ചുട്ടുകളഞ്ഞാലും ശരി, എരിച്ചു കളഞ്ഞാലും ശരി, ആ നാളിൽ കർത്താവ് ഇതിനെ കൂട്ടിച്ചേർക്കും. സമുദ്രം തന്നിൽ ഉള്ളതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നാൾ വരുമെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഭൂമി തന്നിലുള്ളതിനെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ എൻ്റെ ശരീരത്തെ പോലും തടഞ്ഞു വയ്ക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല, പുനരുത്ഥാന ശക്തി എന്നിലേക്ക് വ്യാപരിച്ചാൽ. ബിക്കോസ് മൈ ഡെസ്റ്റിനി ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്. മൈ ഡെസ്റ്റിനി ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഞാൻ വേഗം പോകട്ടെ മുന്നോട്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് ഇതാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി നമ്മൾ ധരിക്കണം. പ്രൈസ് ഗോഡ്. ഈ ശക്തിയുടെ ഒരു അംശമാണ് നമ്മുടെ മേൽ പകർന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളെയും അവൻ ഉയർപ്പിച്ചു. ഈ ശക്തിയുടെ ഒരു ചെറിയ ശക്തി നമ്മളിലേക്ക് തന്നിട്ട് ഒരു ഭാഗം തന്നപ്പോഴാണ് ആത്മീയമായ മരിച്ച അവസ്ഥയിൽ നിന്ന് അവൻ നമ്മളെ ഉയർപ്പിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ ഉയർപ്പിക്കപ്പെട്ട പലരും പിന്നീട് മരിച്ചുപോയി. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. കർത്താവിന് ഈ ആത്മശക്തിക്ക് ഒരു ദാഹം നമുക്കുണ്ടാവണം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഉത്സവത്തിൻ്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. Those who are thirst, let them come to me and drink. തേഴ്സ്റ്റ് ഇല്ലാത്തവരാരും കർത്താവിൻ്റെ അടുത്ത് വരാൻ കർത്താവ് പറഞ്ഞില്ല. എന്താണ് ഈ തേഴ്സ്റ്റ് എന്ന് പറയുന്നത്? ദാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിൽ എത്ര പേര് ദാഹം അനുഭവിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ? നമുക്ക് എത്ര പേർക്ക് ദാഹം ഉണ്ടായിട്ടുണ്ട്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹൗ മച്ച് യു ആർ വില്ലിംഗ് ടു പേ ഫോർ എ ബോട്ടിൽ ഓഫ് വാട്ടർ? ഒരു കുപ്പി വെള്ളത്തിന് എത്ര വില വരെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ട്? പറഞ്ഞേ. 1 pound, 10 pound, 100 pound? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ തേഴ്സ്റ്റി യു ആർ. ഒരു ബോട്ടിൽ വെള്ളത്തിന് എത്ര പൗണ്ട് വരെ കൊടുക്കാൻ നിനക്ക് തയ്യാറാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൈ തേഴ്സ്റ്റ്. 2-3 ദിവസം വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഒരു ബോട്ടിൽ വെള്ളം വരിക എന്ന് വെച്ചു. ഇപ്പോൾ ATP അല്ലെങ്കിൽ 1 പൗണ്ടേ ഉള്ളൊരു ബോട്ടിൽ വാട്ടർ എന്നെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളത്തിന് ഇപ്പോൾ 80 PO ഒരു 1 പൗണ്ടേ ഉള്ളെങ്കിൽ 3 ദിവസം വെള്ളം കുടിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഏതെങ്കിലും മണലാരണ്യത്തിലോ വെൽഡർനെസ്സിലോ ഡിസേർട്ടിലോ എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ ആളിൻ്റെ അടുത്ത് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ 1 പൗണ്ടേ കൊടുക്കത്തുള്ളൂ. 100 പൗണ്ട് കൊടുത്താലും വാങ്ങിക്കും. 100 പൗണ്ട്. കാരണം 3 ദിവസമായി വെള്ളം കുടിച്ചിട്ട് ഇച്ചിരി വെള്ളത്തിന് വേണ്ടി അലഞ്ഞ് നടക്കുമ്പോഴാണ് ഈ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് ഒരാൾ വന്ന് പറഞ്ഞു, ഇതിൻ്റെ കോസ്റ്റ്, ഇതിൻ്റെ പ്രൈസ് 100 പൗണ്ടാണ്. ഡു യു വാണ്ട് ഓർ നോട്ട്? നമ്മൾ പറയും ഗിവ് മീ. അത് വാങ്ങിയിട്ട് പറയുക, നിൻ്റെ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പൂടെ എനിക്ക് വേണം, എന്നാ ഇത് എടുത്തോ. ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇങ്ങിതാ, അതും എടുത്തോ. കയ്യെ കിടക്കുന്ന വാച്ചിങ്ങിതാ, അതും എടുത്തോ. എന്നിട്ട് നമ്മൾ ചോദിക്കും, ഇനി എന്തെങ്കിലും വേണോ? എനിക്ക് വെള്ളം താ പെട്ടെന്ന്. ഇതിനെയാണ് ദാഹമെന്ന് പറയുന്നത്. തസ്റ്റ്. ഇതിനെയാണ് ദാഹമെന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, അങ്ങനെ ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. കർത്താവിനെ അപ്രീഷിയേറ്റ് ചെയ്യും നമ്മളിൽ പലരും. അവനെക്കുറിച്ച് പാട്ടുകൾ എഴുതും, അവനെക്കുറിച്ച് പാട്ട് പാടും. എന്നിട്ട് നമ്മൾ പാടും, ലോർഡ് ഹൗ മച്ച് ഐ ലവ് യു, ഹൗ മച്ച് ഐ തേഴ്സ്റ്റ് ആഫ്റ്റർ യു. സിംപ്ലി ലൈങ്. സിംപ്ലി ലൈങ്. ചുമ്മാ അത് കള്ളം പാടുക. നമ്മൾ കള്ളം പറയുക. ഇത്രമാത്രം ദാഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ കർത്താവ് നിന്നെ നിറയ്ക്കുമായിരുന്നു. കാരണം കർത്താവിന്റെ വാഗ്ദത്തം അതാണ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, കർത്താവേ എൻ്റെ ദാഹം വർദ്ധിപ്പിക്കണമേ. വലിയൊരു വില കൊടുത്ത് നിന്നിൽ നിന്ന് വാങ്ങി കുടിക്കുവാനുള്ള ദാഹം എനിക്ക് തരണമേ. ഞാൻ വില കൊടുക്കാൻ തയ്യാറാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് ദാഹമില്ലാത്തത് കൊണ്ടാണ്. മുമ്പേ കേട്ടതുപോലെ, if I am thirst, no matter how much I need to pay, I will pay and I will get that drink. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി,
അങ്ങനെയുള്ളവരെയാണ് കർത്താവ് വിളിക്കുന്നത്. അപ്രീഷിയേറ്റ് ചെയ്യുന്നവരെ, അഡ്മയർ ചെയ്യുന്നവരെയും അല്ല കർത്താവ് വിളിക്കുന്നത്. കർത്താവ് വിളിക്കുന്നത് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരാനാണ്. അങ്ങനെ വന്നവർ വന്നിട്ട് പ്രയോജനമുള്ളൂ. സഭയ്ക്കകത്ത് ഒത്തിരി പേര് കൂടിയിട്ട് ഒരു പ്രയോജനവുമില്ല സഹോദരങ്ങളെ. സഭയ്ക്കകത്ത് ദാഹിക്കുന്നവർ കൂടണം. കർത്താവിന് വേണ്ടി ദാഹിക്കുന്നവർ, അവൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നവർ, അവിടുത്തെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവർ, ക്രിസ്തീയ ജീവിതത്തിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ജനം ദൈവസഭയുടെ ഉള്ളിലേക്ക് വരണം. എങ്കിലേ സഭയ്ക്ക് പ്രയോജനമുള്ളൂ, കർത്താവിന് പ്രയോജനമുള്ളൂ, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളൂ. കൈയടിക്കുന്നവർ കൂടുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കുറെ പാട്ടുകാർ കൂടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കർത്താവിനെ അറിയാത്ത ഒരു വലിയ കൂട്ടം വന്നിട്ട് എന്ത് പ്രയോജനം? കർത്താവ് പറയുന്നു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. കർത്താവ് അവനെ നിറയ്ക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നത്തെ രാത്രി നമ്മൾ സ്വയം ഒന്ന് ശോധന ചെയ്യുക. എനിക്ക് ആ ദാഹമുണ്ടോ? ദാഹമില്ലയോ? പ്രൈസ് ഗാഡ്. ദാഹിക്കണം. ദാഹം നമുക്ക് വേണം. ദാഹിക്കുന്നെങ്കിൽ കർത്താവ് നിറയ്ക്കും. മനോഹരമായ മറ്റൊരു വാക്യം മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അല്ലേ? കം അൺടു മീ ഓൾ ദാറ്റ് ലേബർ ആൻഡ് ആർ ഹെവി ലേഡൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. റെസ്റ്റില്ലാത്ത ഒരു ജനമാ ദൈവജനത്തിന്റെ, ദൈവസഭയുടെ മധ്യത്തിൽ നിന്നുള്ളതിൽ ഭൂരിപക്ഷവും റെസ്റ്റില്ല. ഹൃദയത്തിനകത്ത് സ്വസ്ഥതയില്ല, ടയേർഡായിരിക്കുകയാണ്, സമാധാനമില്ല. ജോലിസ്ഥലത്ത് സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല, വ്യക്തിപരമായി സമാധാനമില്ല, കുടുംബത്തിന് സമാധാനമില്ല. ആ കുടുംബത്തിലെ സമാധാനമില്ലായ്മ സഭയിലേക്ക് കൊണ്ടുവരും, സഭയ്ക്കകത്ത് സമാധാനമില്ല. മൈ ബ്രദർ, മൈ സിസ്റ്റർ, ഇഫ് യു ഹാവ് നോ റെസ്റ്റ് ഇൻ യുവർ ഹാർട്ട്, യു കനോട്ട് സെർവ് ഗാഡ്. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വാ. മുമ്പേ പറഞ്ഞു, ദാഹിക്കുന്നവനാണോ നീ? എൻ്റെ അടുക്കൽ വാ, നിന്റെ ദാഹത്തെ ഞാൻ തീർക്കാം. നീ അധ്വാനിച്ച് വശംവദനായി, ടയേർഡായി, ഡിപ്രസ്ഡായി, ഹെവി ലേഡനായി, എടുക്കാത്ത ചുമടുമായി ഹല്ലേലൂയ നീ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നീ എൻ്റെ അടുക്കലേക്ക് വാ. നിനക്ക് ഞാൻ ആശ്വാസം തരാം, നിനക്ക് ഞാൻ സ്വസ്ഥത തരാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് മാത്രമേ, പുനരുദ്ധാന ശക്തിക്ക് മാത്രമേ സ്വസ്ഥത തരാൻ നമുക്ക് കഴിയൂ. പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കി, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും അവർ സ്വസ്ഥതയുള്ളവരായിരുന്നു. ഫിലിപ്പിയ ലേഖനം 4:4 നമ്മൾ വായിക്കുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിന്റെ ദാസൻ പറയുക ദൈവസഭയോട്. എവിടെ ഇരുന്നാ പറയുന്നത്? കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് പറയുക. തലേദിവസം കിട്ടിയ അടിയിൽ നിന്ന് ചോര ഒഴുകുന്നതേ ഉള്ളൂ. അതിനെ നീറ്റൽ സഹിക്കാൻ വയ്യ. അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യ പേജുകളിൽ നമുക്ക് കാണുവാൻ കഴിയും, കർത്താവിന്റെ നാമത്തിന് വേണ്ടി അടിയും ഉപദ്രവവും ഏറ്റിട്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി വന്നിട്ട് പറയുന്നു, കർത്താവിന്റെ നാമം നിമിത്തം ഹല്ലേലൂയ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ അവർ ഭാഗ്യവാന്മാരെന്ന് എണ്ണി എന്ന് പറഞ്ഞാണ് അവർ പാട്ടുപാടി പുറത്ത് സന്നിധിരഹ സംഘത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ബിക്കോസ് അതൊക്കെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? their heart was at rest. Their heart was at rest. Nothing in this world can ever scare them down. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതൊന്നും കണ്ടവർ ഭയപ്പെടുന്നവരല്ല. ഈ ലോകത്തിലുള്ളതൊന്നും കണ്ടവർ ഭയപ്പെടുന്നവരല്ല. പിശാച് എത്രമാത്രം ഭയപ്പെടുത്തിയാലും ശരി, അവർ ഭയപ്പെടത്തില്ല. കാരണം എന്നറിയാമോ? they have seen the reality. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളാരെങ്കിലും പുറകെ വന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുമോ? ഇവരാരെങ്കിലും വന്ന് നമ്മുടെ പുറകെ വന്ന് ഒരു വലിയ ശബ്ദം ഉണ്ടാക്കിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ തലയിൽ കൂടെ തുണി ഇട്ടുകൊണ്ട് വന്ന് നമ്മളെ പേടിപ്പിക്കാനായിട്ട് വന്ന് നമ്മൾ പേടിക്കുമോ? ഇല്ല. നമ്മൾ പറയും, പോടാ പയ്യനെ, പോയി എവിടെ കാണാൻ ഇരിക്കാൻ പറയല്ലേ. കാരണം എന്നറിയാമോ? വി നോ ദ റിയാലിറ്റി. നമുക്ക് സത്യം അറിയാം. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ. ഈ സത്യം അറിയാത്തവരാ പേടിക്കുന്നത്, റിയാലിറ്റി അറിയാത്തവരാ പേടിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വി നീഡ് ടു ബി റെസ്റ്റ്ഫുൾ. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരാം. റെസ്റ്റ് ഇല്ലാതെ കുടുംബജീവിതം ശരിയാവില്ല. റെസ്റ്റ് ഇല്ലാതെ സഭാജീവിതം ശരിയാവില്ല. റെസ്റ്റ് ഇല്ലെങ്കിൽ നിന്റെ ജോലി ശരിയാവത്തില്ല. നീ ആരെയെല്ലാം കുറ്റം പറഞ്ഞാലും ശരി, പ്രശ്നം എന്താണെന്നറിയാമോ? നിന്റേതാണ്. നിന്റെ ഹൃദയത്തിനകത്ത് റെസ്റ്റ് ഇല്ല, സ്വസ്ഥത നിന്റെ ഹൃദയത്തിനില്ല. നീ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് നടക്കുന്നു. അതുകൊണ്ട് എന്തു പറ്റുന്നു? കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സന്തോഷമില്ല. ഭാര്യയുടെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളോട് ഇടപഴകുവാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കുകയാണ്, നമ്മൾ എന്തിനെയോ ഭയപ്പെടുകയാണ്. So many things are passing through our mind. Devil is taking us for granted. കർത്താവ് പറഞ്ഞു, നീ എൻ്റെ അടുക്കൽ വാ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മളിൽ എത്ര പേര് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് മുഴങ്കാലും മടക്കി, കർത്താവേ എനിക്ക് മതി, I am done, oh Lord. It is too much for me to carry it further.
എനിക്കിത് മുന്നോട്ട് ചുമക്കാൻ പറ്റുന്നില്ല കർത്താവേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് വെക്കാമോ ആ ചുമട്? കർത്താവിൻ്റെ സന്നിധിയിൽ ആ ചുമടൊന്ന് താഴ്ത്തി വെക്കാമോ? നീ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് ഹൃദയത്തിൽ സ്വസ്ഥതയുള്ളവനായിട്ടായിരിക്കും, സ്വസ്ഥതയുള്ളവളായിരിക്കും. നമ്മൾ ഇന്ന് വരെ അതിന് മെനക്കെട്ടിട്ടില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, കർത്താവിനോടൊരു ഉടമ്പടി ചെയ്യുവാൻ. ഇന്ന് മുതൽ എൻ്റെ ജീവിതം അങ്ങ് പറയുന്ന പോലെയായിരിക്കും. ദർ ഇസ് നത്തിങ് ഇൻ ദിസ് വേൾഡ് മോർ ഗ്രേറ്റർ ദാൻ യു എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കർത്താവ് മാറ്റും. പ്രൈസ് ഗാഡ്. മറന്നു പോകരുത്, സമയം വളരെ മുന്നോട്ട് പോവുകയാണല്ലോ. ഹല്ലേലൂയ. ഒരു മനോഹരമായ വാക്യമുണ്ട്. എബ്രായ ലേഖനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. എബ്രായ ലേഖനം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 1. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ലെറ്റ് us therefore fear lest means otherwise a promise being left us of entering into his rest any of you should seem to come short of it. This is talking about a rest which has been promised to the people of God. ദൈവത്തിന്റെ ജനത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു സ്വസ്ഥതയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിലാണ് എഴുതിയിരിക്കുന്നത്. യു ആൻഡ് ഐ ഹാവ് ബീൻ കോൾഡ് ടു എൻ്റർ ഇൻടു എ റെസ്റ്റ് വിത്ത് ഗോഡ്. ദൈവസന്നിധിയിൽ സ്വസ്ഥത അനുഭവിക്കുവാനുള്ള ഒരു ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. എന്നാൽ നമ്മളിൽ എത്ര പേര് ആ സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട് സഹോദരങ്ങളെ? ഇവിടെ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കിട്ടാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. എത്ര ഭയങ്കര ഒരു വാണിംഗ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് എത്ര പേർക്ക് സ്വസ്ഥതയുണ്ട്? നമ്മൾ ദൈവമക്കളാണെന്ന് പറയുന്നില്ലേ? നമ്മൾ പാടുന്നില്ലേ? പ്രാർത്ഥിക്കുന്നില്ലേ? ചർച്ചിൽ പോകുന്നില്ലേ? പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് സ്വസ്ഥത ഹൃദയത്തിനകത്തുണ്ട്? വലിയ ചുമടുമായിട്ട് നമ്മൾ നടക്കുക. മുമ്പേ കേട്ടതുപോലെ മത്തായിയുടെ സുവിശേഷം 11:28-29 വാക്യങ്ങളിൽ പറഞ്ഞതുപോലെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നിന്റെ ആ ഹെവി ലേഡൻ, ആ വലിയ ചുമട് ഇങ്ങ് തരാനാ പറഞ്ഞേക്കുന്നത്. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊള്ളുക എന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും നമുക്ക് വിശ്വാസമില്ല നമ്മുടെ ഭാരം കർത്താവിന് കൊടുക്കാൻ പറ്റുമെന്ന്. നമ്മുടെ ഭാരം നമ്മൾ തന്നെ ചുമന്നുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഭാരത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ തരികയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹ്യൂമൻ മൈൻഡ് ഈസ് മിസ്റ്റീരിയസ്. നോ വൺ ക്യാൻ എവർ. ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹാർട്ടിനെ കുറിച്ച് 17-ാം അധ്യായത്തിൽ ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുള്ളി വിക്കഡ് എന്നാണ് പറയുന്നത്. ഹൃദയം വളരെ വിഷമമുള്ളതാണ്. ഒരു മനുഷ്യൻ്റെയും ഹൃദയം മറ്റൊരാൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ്റെയും മനസ്സ് മറ്റൊരാൾക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ല. മനസ്സിനെ ചികിത്സിക്കുവാൻ തക്കവണ്ണം ലോകത്തിൽ സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഉണ്ട്. അവരെ നമ്മൾ പറയുന്ന സയൻസും സിംറ്റംസും വെച്ച് ചില ഗൈഡൻസ് തരുമെന്നുള്ളതല്ലാതെ അതിനെ ചികിത്സിക്കാൻ അവർക്കും കഴിയത്തില്ല. അവരും പ്രശ്നങ്ങൾക്കകത്ത് അടിപ്പെട്ടവരാ. നിന്റെ മൈൻഡിനെ ചികിത്സിക്കുവാൻ കഴിയുന്നത് കർത്താവിന് മാത്രമാണ്. റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഐ ബിസീച്ച് യു ബ്രദറൻ ബൈ ദ മെർസീസ് ഓഫ് ഗാഡ് ഓഫർ യുവർ ബോഡീസ് എ ലിവിങ് സാക്രിഫൈസ് ഹോളി ആൻഡ് അക്സെപ്റ്റ്. അവിടെ എഴുതിയിരിക്കുന്നു, അല്ലയോ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. റോമാലേഖനം 12:1-2, റോമൻസ് 12 വേഴ്സ് 1 and 2. എന്നിട്ട് 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സ് പുതുക്കി, റിന്യൂ യുവർ മൈൻഡ്. ഓൺലി ദ പവർ ഓഫ് ഗാഡ് ക്യാൻ ഡു ദാറ്റ്. കർത്താവിനോടൊന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ മനസ്സിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, എൻ്റെ മനസ്സിനെ ഒന്ന് അവിടെ നിന്ന് ട്രീറ്റ് ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തെല്ലാം ചിന്തകളാണ് എന്നിലൂടെ കടന്നു. നമ്മൾ പോലും അറിയത്തില്ല നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന്. വെറുതെ ഇരുന്ന് ചിന്തിക്കുകയാന്നേ. കർത്താവിൻ്റെ സ്ഥാനത്തിൽ ഒന്നിരിക്കെ ഈ ജീവിതം അനുഭവിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള ജീവിതമാണ്. അത് പിശാച് കവർന്നെടുക്കരുത്. Don't let devil rob you. Don't let devil rob your peace and your rest and your comfort and your joy. Come to the Lord. If you live with the Lord, devil will be scared of you. പിശാച് നിന്നെ ഭയപ്പെടും. ഇവിടെ ഈ വാക്യം ഒന്ന് നോക്കിക്കേ. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. നമ്മൾ ഭയപ്പെടണം.
നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടണം. There is something terribly wrong with me. Otherwise, I would have been having this rest which God has promised me. ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ സ്വസ്ഥത എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഭയപ്പെടണം, എന്തോ പ്രോബ്ലം എനിക്കുണ്ടെന്ന്. പക്ഷേ ദൈവമക്കൾക്ക് ഒരു ഭയവുമില്ല. അവർ ഈസിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. കാരണം എന്താണെന്നറിയാമോ? അവരുടെ ജോലി സ്ഥലത്ത് ആർക്കും സമാധാനമില്ലാത്തവരാ. അപ്പൊ പിന്നെ ദൈവവേദനം വിചാരിക്കും എനിക്ക് സമാധാനമില്ലെങ്കിൽ അത് പുതിയ കാര്യമല്ല. പക്ഷെ വചനത്തിൽ അവൻ നോക്കുന്നില്ല. ഈ വചനത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്വസ്ഥത തരുമെന്ന്. നമ്മൾ ലോകത്തെ നോക്കി ജീവിക്കുന്നത്. Can you take, my brother, my sister, can you take the scripture seriously? It will change your life. Each and every promise is made for you, given to you by your Father. And devil is blinding your eyes, stopping you to see, preventing you to see your own promises. ഇവിടെ നോക്കിക്കേ, അതിൻ്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരെ വിശ്വാസമായി പരിണമിക്കായികൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായില്ല. ഐ എം റീഡിംഗ് ഫ്രം Hebrews 4:2. Hebrews 4:2. For unto us the gospel preached as well as unto them, but the word preached did not profit them, not being mixed with the faith in them that heard it. ഇത് പഴയ നിയമത്തിലെ ജനത്തെക്കുറിച്ച് പറയുകയാണ്. അവരെ പോലെ നമ്മൾ കേട്ടതുപോലെ ഒരു സദ്വർത്തമാനം അവരും കേട്ടതാ. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചിട്ട് കർത്താവ് അവർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്, നിങ്ങളെ ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാം. കനാൻ ദേശം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥതയുടെ ദേശമാണ്. ഹല്ലേലൂയ, സ്വസ്ഥതയുടെ ദേശമാണ് കനാൻ ദേശം. സ്വസ്ഥത എങ്ങനെയാണ് അവർക്ക് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? അവരെ എവിടെ നിന്നാണ് വിടുവിച്ചത്? അടിമത്തത്തിൽ നിന്നാണ് വിടുവിച്ചത്. 430 വർഷക്കാലം അവർ ഫറവോന്റെ അടിമ, ശ്രദ്ധിച്ചു കേൾക്കണമേ, 430 വർഷക്കാലം അവർ ഫറവോന്റെ അടിമകളായിരുന്നു. ഒരടിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യണം വയലിൽ. രാത്രി മുഴുവനും മാസ്റ്ററിന്റെ അല്ലെങ്കിൽ യജമാനന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു കോണിലാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ പുറത്ത് എവിടെയെങ്കിലും കന്നുകാലി തൊഴുത്ത് പോലെ എന്തെങ്കിലും ഒരു കൂടുണ്ടാക്കി, ഒരു ടെന്റ് ഉണ്ടാക്കി അതിനകത്താണ് അടിമകളെ പാർപ്പിക്കുന്നത്. പകല് ജോലി ചെയ്തെന്നും പറഞ്ഞ് രാത്രിയിൽ അടങ്ങിക്കിടന്ന് ഉറങ്ങാനൊക്കത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് യജമാനം വിളിച്ചാൽ ഓടി വന്ന് ജോലി ചെയ്യണം. പ്രത്യേകിച്ച് സ്ത്രീകള്, അവർക്ക് രാത്രിയും പകലുമെന്നില്ലാതെ അധ്വാനമാണ്. അവിടെ ആ സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കുവാൻ, അവർക്ക് ഒന്നിച്ചിരുന്നത് ഭക്ഷണം കഴിക്കുവാൻ, ഭാര്യ ഭർത്തൃ സ്നേഹത്തിൽ ബന്ധത്തിൽ അവർക്കായിരിക്കാൻ അടിമകൾക്ക് സ്വാതന്ത്ര്യമില്ല. അതാണ് അടിമത്വം, സ്വസ്ഥതയില്ലായ്മ. ഓരോ കുഞ്ഞും അവരുടെ മധ്യത്തിൽ ജനിക്കുന്നത് അടിമകളായിട്ടാണ്. ജനനത്തിൽ തന്നെ അവർ അടിമകളാണ്. ആ അടിമത്വത്തിൽ നിന്ന് ഞാൻ വിടുവിച്ച് അടിമത്വമില്ലാത്ത ഒരു നാട്ടിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുന്നതാണ് പ്രോമിസ്. അതാണ് കനാൻ ദേശം. മറന്നുപോകരുത് സഹോദരങ്ങളെ. സമാനമായ ജീവിതാനുഭവത്തിൽ പിശാചിന് അടിമകളായിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഹല്ലേലൂയ, ഞാൻ വീണ്ടും അത് ആവർത്തിച്ചു പോവുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ചില ദിവസങ്ങളിൽ ചിരിയും തമാശയുമ, ചില ദിവസങ്ങളിൽ പൊട്ടിത്തെറിയ. ഇത് എവിടുന്ന് വരുന്നു? ഇതാര് കൊണ്ടുവരുന്നു? തിരിച്ചറിയണം സഹോദര സഹോദരി. പിശാച് നമ്മളെ തകർക്കാൻ പോവുകയാണ്. നമ്മളിൽ പലർക്കും നമ്മൾ പറയുന്ന പുറത്ത് പാടുന്നതും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമല്ല. വെറുതെ നമ്മൾ പാടുകയാ. എങ്ങനെയോ ഒരു ഓളത്തിനൊത്ത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ പലരുടെയും കുടുംബജീവിതം സഭയിലുള്ളവർ അറിയരുതെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഭാര്യ ചിന്തിക്കുന്നത് ഭർത്താവ് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആരോടും പറയരുത്. ഭർത്താവ് ചിന്തിക്കുന്നത് ഭാര്യ എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആരോടും പറയരുത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അങ്ങനൊരു ജീവിതത്തിന് വേണ്ടിയല്ല കർത്താവ് വിളിച്ചത്, സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. ഈ ജനത്തെ ഒന്ന് നോക്കിക്കേ. അവരെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഇപ്പോഴവരെതിരെ കൂടെ നടക്കുന്നതെന്നറിയാമോ? മണലാരണ്യത്തിൽ കൂടെ നടക്കുക. എങ്ങോട്ട് പോവാ? കനാൻ ദേശത്തേക്ക് പോവുക. ആ മരുഭൂമിയിലൂടെ നടക്കുന്ന ഓരോ കൊച്ചു കുഞ്ഞിൻ്റെയും പ്രായമുള്ളവരുടെയും ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭാരം മാറും. കാരണം എന്താണെന്നറിയാമോ? ഞാൻ കനാൻ ദേശത്തെത്തും. ഇപ്പോഴും അവർ ഭാരമാ ചുമക്കുന്നത്. എന്താണെന്നറിയാമോ? ഈ മരുഭൂമിയിലുള്ള ഒരു ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്തുവാ? ഒരു വീടിന് വേണ്ടി എല്ലാ സാമഗ്രികളും അവർ ചുമന്നുകൊണ്ട് നടക്കുന്നതല്ലേ? അവരുടെ കന്നുകാലികളുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, എല്ലാം ഉണ്ട്. അവരുടെ വീട്ടുപകരണങ്ങളെല്ലാം ഉണ്ട്. അവരുടെ സാധനം പോകുന്ന വഴിക്ക് ആഹാരം പാകം ചെയ്യേണ്ടയോ? മന്ന കിട്ടുന്നുണ്ട്, കാടപ്പക്ഷിയെ കിട്ടുന്നുണ്ട്. കാടപ്പക്ഷിയെ കിട്ടി അതുപോലെ കടിച്ചു പറിച്ച് തിന്നാൻ പറ്റുമോ? അതിനെ മസാല പുരട്ടണം, അതിനെ ചൂടാക്കണോ, അല്ലെങ്കിൽ കുക്ക് ചെയ്യണോ? അതൊക്കെ കഴിക്കണ്ടായോ? അല്ലാതെ കർത്താവ് മസാല പുരട്ടിയല്ലല്ലോ തരുന്നത്. അതിനെ കുക്ക് ചെയ്യണമെങ്കിൽ അതിന് പാത്രങ്ങൾ വേണം. മന്ന കിട്ടിക്കഴിഞ്ഞാൽ ആ മന്നയെ കുക്ക് ചെയ്യുന്ന രീതി എന്തെങ്കിലും ഉണ്ട്. അത് കഞ്ചി വയ്ക്കുമായിരിക്കും, അല്ലെ ഉപ്പുമാവ് ഉണ്ടാക്കുമായിരിക്കും, നമുക്കറിയത്തില്ല എന്താന്ന്. അല്ലെങ്കിൽ അരച്ച് ദോശ ഉണ്ടാകുമായിരിക്കും, നമുക്കറിയത്തില്ല. ഇതിനൊക്കെ സാമഗ്രികളുണ്ട്. ഇത് എന്തോ ചെയ്യുന്നത്? ഇത് ദിവസം ചുമന്നുകൊണ്ട് പോവുകയാണ്. ആ ജനത്തിന് റെസ്റ്റ് ഉണ്ടോ സഹോദരങ്ങളെ?
റെസ്റ്റ് ഇല്ല. അവരുടെ റെസ്റ്റ് എപ്പോഴാണെന്നറിയാമോ? കർത്താവ് വാഗ്ദത്തം ചെയ്തിടത്തെത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവർക്കൊരു സദ്വർത്തമാനം കൊടുത്തിരുന്നു, പക്ഷേ ഇവർ വഴിമധ്യേ വിശ്വസിച്ചില്ലത്. അതുകൊണ്ട് സ്വസ്ഥതയിലെത്താതെ ഈ അടിമത്തത്തിൽ തന്നെ മരിച്ചു. അടിമത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കഷ്ടതയിൽ തന്നെ മരിച്ചു. നമ്മളിൽ അനേകർ മരിക്കാൻ പോകുന്ന ഈ കഷ്ടതയിൽ തന്നെയാണ്. കർത്താവ് പറഞ്ഞ സ്വസ്ഥതയിൽ ഒരു ദിവസം പോലും ജീവിക്കാൻ അനേക വിശ്വാസികൾക്ക് കഴിയത്തില്ല. ഒറ്റ ദിവസമെങ്കിലും കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ജീവിപ്പാൻ അനേക ദൈവമക്കൾക്ക് കഴിയാതെ അവർ ഈ ഭൂമി വിട്ടു പോകും. ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ആദ്യം മരിക്കുമ്പോൾ ശവശരീരത്തെ ഡെഡ് ബോഡിയെ കോഫിനേല് ശവപ്പെട്ടിയെ കെട്ടിക്കിടന്ന് കരയുവാൻ മാത്രം യോഗമുള്ളവർ വിളിക്കപ്പെട്ട അനേക വിശ്വാസികൾ ദൈവസഭയിലുണ്ട്. ജീവിച്ചിരുന്ന കാലത്ത് സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഒരു രാത്രി ഉറങ്ങുവാൻ അവരിൽ പലർക്കും കഴിഞ്ഞില്ല ഇവരെ പോലെ. കാരണം കേട്ട വചനം അവർ വിശ്വസിച്ചില്ല. അവർ ചിന്തിച്ചു ഇതൊക്കെ ലോകത്തിൻ്റെ ഭാഗമാണ്. വീട്ടിലെ വഴക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഷൗട്ടിങ്ങും ഇതൊക്കെ ലോകത്തിൻ്റെ ഭാഗമാണെന്ന് അവർ വിശ്വസിച്ചു. കാരണം അവരുടെ അപ്പനെയും അമ്മയുടെയും ജീവിതത്തിൽ അവർ കണ്ടിട്ടുണ്ട്, കൂട്ടുകാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയാണെന്ന്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവത്തിനെ നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഈ കനാൻ ദേശം എന്ന് പറയുന്നത് സ്വർഗ്ഗദേശം എന്നുള്ളതല്ല അർത്ഥം. സ്വർഗീയ കനാൻ എന്ന് പാട്ടുകാരനൊക്കെ പാടുന്നുണ്ടെങ്കിലും കനാൻ ദേശം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗദേശത്തെ കമ്പയർ ചെയ്തിരിക്കുന്ന അല്ല. കനാൻ ദേശം എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയെ കാണിക്കുന്ന ആ ദൈവത്തോടു കൂടെയുള്ള വാസം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ കനാൻ ദേശത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് സ്വസ്ഥതയൊന്നും കിട്ടത്തില്ല. അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വന്നേ. ഹല്ലേലൂയ. ജോഷുവയുടെ ബുക്ക് ഓഫ് ജോഷുവ. മോശ ദൈവജനത്തെ കൊണ്ടുവന്ന് എവിടെ വരെയാണെന്നറിയാമോ? യോർദാന്റെ നദിയുടെ യോർദാന്റെ ഭാഗം വരെയാ. യോർദാൻ കഴിഞ്ഞ് ദൈവജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയതാരെന്ന് ചോദിച്ചാൽ അത് ജോഷുവയാണ്. ജോഷുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 3:10 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കനാൻ ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ജാതികളുണ്ട്. 7 ജാതികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 7 ജാതികളെ കീഴടക്കിയെങ്കിൽ മാത്രമേ ആ ദേശം നമ്മുടെ സ്വന്തമാവത്തുള്ളൂ. ഞാൻ അത് പറഞ്ഞ് അവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. കനാൻ ദേശം കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പക്ഷെ കനാൻ ദേശത്തിൻ്റെ വാതിക്കൽ എത്തിക്കഴിഞ്ഞാൽ ആ സ്വസ്ഥത കിട്ടത്തില്ല. പിന്നെയോ ആ കനാൻ ദേശത്തേക്ക് കടന്ന് ആ കനാൻ ദേശം പിടിച്ചു വെച്ചിരിക്കുന്ന ആ ശത്രുവിനെ തോൽപ്പിച്ച് അതിനെ നാം സ്വായത്തമാക്കിയാൽ മാത്രമേ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റൂ. ശ്രദ്ധിച്ചു കേൾക്കണമേ. അവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. 10-ാമത്തെ വാക്യം. യോശുവ പറഞ്ഞു തന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, അമോര്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളയുമെന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. അവരെ നീക്കിക്കളയുമ്പോഴാണ് ആ ദേശം എൻ്റേതാകുന്നത്. അപ്പോൾ നമ്മുടെ ഭാവനയിൽ ഇങ്ങനെ കരുതിക്കേ, ജോഷുവയും തൻ്റെ കൂടെയുള്ള ജനവും തൻ്റെ സൈന്യവും എന്ത് ചെയ്യുമെന്നറിയാമോ? കനാൻ ദേശത്തേക്ക് കടന്ന് ആ തനിക്കെതിരെ വരുന്ന ഓരോ ജാതികളെയും കീഴ്പ്പെടുത്തി ആ ഏറിയ അവരെ ഒക്യുപ്പൈ ചെയ്ത് അവസാനം I don't know how long would it take. Maybe it would take a few days, few weeks or few months or maybe few years, but one day they will occupy the whole area by killing the giants one by one. ഓരോ ദിവസം ഓരോരുത്തരെ എന്ന പോലെ ഓരോ ദിവസം ഓരോ മല്ലന്മാരെ കൊന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തെ അവർ സ്വന്തമാക്കി തീർത്തു. മറന്നു പോകരുത് സഹോദരങ്ങളെ. അപ്പൊ നമ്മുടെ ജഡത്തിനകത്ത് ഒരുപാട് മല്ലന്മാരുണ്ട്. ഈ ജഡം എന്ന് പറയുന്നത് കർത്താവിന് വസിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മന്ദിരമാണ്. ഈ മന്ദിരത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന അനേക സ്വഭാവങ്ങൾ നമ്മളിലുണ്ട്. കോപം നമ്മളിലുണ്ട്. നമ്മളിൽ എത്ര പേര് ചിന്തിക്കുന്നു കോപം പാപമല്ലെന്ന്? കോപം എത്രമാത്രം ഭീകരമായ പാപമാണെന്നറിയാമോ? കോപിക്കുന്ന ഒരു വ്യക്തി സ്വർഗത്തിൽ എത്തത്തില്ലെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു. അത് മനസ്സിലാക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നിങ്ങൾ താഴേക്കൊന്ന് പഠിച്ചു വരണം. 21 മുതലുള്ള 20 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കണം. അവിടെ പറയുന്നു കോപിക്കുന്ന വ്യക്തി നിത്യ നരകത്തിലേക്ക് പോകും. നമ്മൾ യഥാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ കോപത്തെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കും. കോപിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, കർത്താവേ ഈ കോപത്തിൽ തന്നെ ഒന്ന് വിടുവിക്കണമേ. നിങ്ങൾക്കറിയാമോ ഈ ശത്രുക്കളെ അവരുടെ കാൽ കീഴാക്കിയത് ആരാന്നറിയാമോ? ദൈവമെന്ന അല്ലേ? ദൈവം യഹോവ അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. വചനത്തിൽ ഉടനീളം കാണുന്നത് യുദ്ധം ചെയ്യുന്നത് ആരാ? യോശുവയും അവന്റെ കൂടെയുള്ള ജനവുമാ. പക്ഷെ ജയം കൊടുക്കുന്നത് ആരാ?
യഹോവ. അപ്പോൾ ഞാൻ എന്നിലെ കോപം അല്ലെങ്കിൽ എന്നിലെ മോഹം, എന്നിലെ ജഡചിന്തകൾ, എന്നിലെ ലൗകിക സ്നേഹങ്ങൾ, എന്നിലെ അധികാരമോഹം ഉണ്ടെങ്കിൽ അത്, എന്നിലെ ലോകസ്നേഹമുണ്ടെങ്കിൽ അത്, എന്നിലുള്ള കുറവുകൾ ദൈവവചനം എനിക്ക് കാണിച്ചു തരുമ്പോൾ അതൊക്കെയും ഈ പറഞ്ഞ ജാതികളെ പോലെ ഈ ദേശത്തെ ഈ ശരീരത്തെ കീഴടക്കി വെച്ചിരിക്കുന്ന മല്ലന്മാരാണ്. ഓരോന്നിനും ഞാൻ കൊന്നെങ്കിൽ മാത്രമേ അതെന്റെ സ്വന്തമാവത്തുള്ളൂ. ഞാൻ കോപത്തെ കീഴടക്കണം, മോഹത്തെ കീഴടക്കണം, മറ്റ് ലെസ്ഫുൾ തോട്ട്സിനെ കീഴടക്കണം, ജഡികമായ ചിന്തകളെ കീഴടക്കണം. ഓരോന്നിനെ കർത്താവിന്റെ ശക്തിയാലും പുനരുത്ഥാന ശക്തിയുടെ ബലത്താലും ഞാൻ കീഴടക്കുമ്പോൾ അത് എനിക്ക് സ്വന്തമായി മാറും. ഫൈനലി ഐ വിൽ ബി ഹാവിങ് എ റെസ്റ്റ്ഫുൾ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ജോഷുവയുടെ പുസ്തകം പരിശോധിച്ചാൽ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ ജോഷുവ മരിക്കുമ്പോൾ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ജഡ്ജസിന്റെ ബുക്ക്, ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുമ്പോൾ അവിടെ ബാക്കി കിടക്കുക പിന്നെയും കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളും തീർന്നിട്ടാണോ മരിക്കുന്നത്? അല്ല. സ്റ്റിൽ സം ആർ ബാലൻസ്, സം ആർ there left out. None of us can be complete when we die. Still there are shortcomings in our life we yet to find out. നമ്മുടെ ജീവിതത്തിൽ എല്ലാം പൂർത്തീകരിച്ച് നമുക്ക് മരിക്കാൻ പറ്റത്തില്ല. അനുദിനമായിട്ട് ഓരോ ദിവസവും ഓരോ നമ്മുടെ ഏറിയ പിശാചിനും നമ്മൾ റിലീസ് ചെയ്യിച്ചുകൊണ്ടിരിക്കണം കർത്താവിൻ്റെ ശക്തിയാൽ. നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിലേക്ക് താണിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ ഇതാണ്. അതെൻ്റെ ഭാര്യയുടെ കുറവല്ല, എൻ്റെ ഭർത്താവിൻ്റെ കുറവല്ല, മറ്റുള്ളവരിലേക്കല്ല വിരൽ ചൂണ്ടേണ്ടത്. നീ നിന്നിലേക്ക് തന്നെ വിരൽ ചൂണ്ടണം. അത് നിനക്ക് സ്വസ്ഥത തരും. നമ്മുടെ ഹൃദയത്തിന് സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതുകൊണ്ട് when you are alone, kneel down before God. Kneel down before God and you know the problems that you have. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. കോപം, ചിലർക്ക് ഈർഷ്യ, എല്ലാത്തിനും അനോയിഡാകും, പെട്ടെന്ന് ഈർഷ്യപ്പെടും. കർത്താവിനോട് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ. I took it all seriously. I know that this would send me to hell no matter how many sermons I preach. I know that these things. കാരണം ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതിനെ കീഴടക്കാൻ ഒരു ശത്രുവിനെ ഞാൻ അനുവദിക്കത്തില്ല. കർത്താവിന്റെ ശക്തിയാൽ ഞാൻ ശത്രുക്കളെ ഓരോന്നിനെ കീഴടക്കി അതിനെ ഞാൻ റിലീസ് ചെയ്യും. കനാൻ ദേശം ദൈവജനം കീഴടക്കിയതുപോലെ, ഇൻഹാബിറ്റ് ചെയ്തതുപോലെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവനെ അറിയുവാനും അവൻ്റെ പുനരുദ്ധാന ശക്തി അനുഭവിപ്പാനും കഷ്ടങ്ങളുടെ കൂട്ടായ്മ അനുഭവിപ്പാനും അവനോട് അനുരൂപപ്പെട്ട് അവനിലിരിപ്പാനും താൻ ആഗ്രഹിക്കുന്നുവെന്ന്. എത്ര ശ്രേഷ്ഠമേറിയ മനോഹരമായ ഒരു ജീവിതമാണ് ഈ ജീവിതം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഇന്നത്തെ രാത്രി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു എന്നുള്ളതല്ലേ അർത്ഥം. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ഹൃദയത്തിനകത്ത് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ ഈ പുനരുത്ഥാന ശക്തിയാൽ നിറഞ്ഞ് ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ശത്രു നമ്മുടെ ഉള്ളിൽ വസിച്ചിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ അവൻ കാർന്നു തിന്നുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ അവൻ വേരിറക്കിയിരിക്കുക. നമുക്കൊരിക്കലും സമാധാനം തരത്തില്ലെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാൻ സ്വസ്ഥത തരാമെന്നുള്ളത് എൻ്റെ വാഗ്ദത്തമാണ്. നീ എൻ്റെ അടുത്ത് വന്നാൽ നിനക്ക് ഞാൻ റെസ്റ്റ് തരാം. നീ എൻ്റെ അടുക്കൽ വന്നാൽ നിനക്ക് ഞാൻ ആശ്വാസം തരാം. നീ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിൻ്റെ ദാഹം മാറ്റാം. കർത്താവ് പറയുന്നത്, കം ടു മീ, കം ടു മീ, കം ടു മീ. ഹൗ മെനി ഓഫ് us ആർ ഗോയിങ് ടു ഹിം? നമ്മളിൽ എത്ര പേര് അവൻ്റെ അടുക്കൽ പോകും? നമ്മളാകെ വരുന്നത് സൺഡേ സർവീസിനാണ് വരുന്നത്. അതും മറ്റു പല കാര്യങ്ങൾക്കാണ് നമ്മൾ വരുന്നത്, അല്ലേ? ആൾക്കാരെ കാണുമ്പോൾ ഒരു സന്തോഷിച്ച കാര്യങ്ങളൊക്കെ എന്ന് പറയണം. പക്ഷെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ നമുക്ക് കഴിയുന്നില്ല. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ ദൈവസഭയിൽ വരണമെന്നല്ല, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നവരായിട്ട് നമുക്ക് തീരണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന പുനരുത്ഥാന ശക്തിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ജീവിതത്തെ